ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം ഇസ്ലാമിക് ഫിനാൻസിന്റെ ഭാഗമായി വരുന്ന, നമുക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 5th സെമസ്റ്ററിലെ ഇസ്ലാമിക് ഫിനാൻസിന്റെ 2 സബ്ജക്റ്റുകളുണ്ട്. അതിൽ ഇസ്ലാമിക് കൊമേഴ്സ്യൽ ലോ എന്ന സബ്ജക്റ്റിലെ 2ാമത്തെ മോഡ്യൂള് ആയിട്ടുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ഇസ്ലാമിക് പേഴ്സ്പെക്റ്റീവ്. അപ്പൊ ഇസ്ലാമിക് പേഴ്സ്പെക്റ്റീവില് ഇക്കണോമിക് ആക്ടിവിറ്റീസിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, we should know what is Islamic banking, and we know it is already discussed in the previous classes. Then Islamic banking means, or Islamic finance refers the Sharia compliant finance. That means all the banking activities adhere or according to Islamic law or Sharia principles. Sharia അനുസരിച്ചുകൊണ്ട്, Sharia എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ലോ, ഇസ്ലാമിക് ലോ അനുസരിച്ചുകൊണ്ട് നമ്മൾ ബാങ്കിങ് ആക്ടിവിറ്റീസ് നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടെങ്കിൽ, then that kind of activities are called as Islamic banking. And mainly there are 2 fundamental principles of Islamic banking. That is sharing of profit and loss and the prohibition of collection and payment of interest by lenders and investors. പ്രധാനമായിട്ട് ഈ ഇസ്ലാമിക് ഫിനാൻസ് ശരിയ അനുസരിച്ചാണ്, ഇസ്ലാമിക് ലോ അനുസരിച്ചാണ് എന്നൊക്കെ പറയുമ്പോൾ പ്രധാനമായിട്ട് 2 പ്രിൻസിപ്പിൾസ് ആണ് അവിടെ ഏത് മേഖലയിലും നമുക്ക് കാണാൻ കഴിയുക. അതിലൊന്നാണ്, ഏതൊരു ബാങ്കിങ് ആക്ടിവിറ്റി ആണെങ്കിലും ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ആണെങ്കിലും ഈ 2 പ്രിൻസിപ്പിൾ നിർബന്ധമാണ്. അതിലൊന്നാണ് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് ഷെയർ ചെയ്തിരിക്കണം. ആൻഡ് ദി സെക്കൻഡ് തിങ് ഈസ് കളക്ഷൻ ആൻഡ് പ്രൊഹിബിഷൻ ഓഫ് ഇൻട്രസ്റ്റ് ബൈ ലെൻഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. പണം കൊടുക്കുന്ന ആളാണെങ്കിലും ശരി, പണം വാങ്ങുന്ന ആളാണെങ്കിലും ശരി, both of them are prohibited from the part of collection and payment of interest. ഇൻട്രസ്റ്റ് വാങ്ങാനും കൊടുക്കാനും അനുവദിക്കുന്നു, ഇസ്ലാമിക് ഫിനാൻസിൽ അല്ലെ ഇസ്ലാമിക് ബാങ്കിങ്ങിൽ അനുവദിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്ത, പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്ന ഇസ്ലാമിക് ലോ ഫോളോ ചെയ്തുകൊണ്ടുള്ള ബാങ്കിങ് ട്രാൻസാക്ഷനെയാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെയാണ് ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറയുന്നത്. Then the process of Islamizing the economic system raised several theoretical and conceptual considerations in order to implement in the new economic system. നിലവിൽ നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിൽ ഈ ഇസ്ലാമിക് എക്കണോമിക് സിസ്റ്റം വരിക എന്നുള്ളതിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് തിയററ്റിക്കൽ കോൺസെപ്റ്റും അതുപോലെ പ്രാക്ടിക്കൽ ഏരിയാസും അതിന്റെ കോംപ്ലിക്കേഷൻസും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കും. ഇതൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ഒരു വിൻഡോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാങ്കിങ് സിസ്റ്റം ഈ ബാങ്കിങ് ഇക്കണോമിക് സിസ്റ്റത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇസ്ലാമൈസ് ദി ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുക. നിലവിലെ പ്രസന്റ് ഇക്കണോമിക് സിസ്റ്റത്തിൽ ഈ ശരിയ കൊണ്ടുവരിക. അപ്പൊ അതിനെ ഇസ്ലാമൈസിങ് ദി ഇക്കണോമിക് സിസ്റ്റം എന്ന് നമ്മൾ പറയും. Then at this time only 3 system existed. നിലവിൽ നമുക്ക് 3 തരത്തിൽ നമുക്ക് അറിയുന്നതാണ്, 3 തരത്തിലുള്ള സിസ്റ്റമാണ് ഉള്ളത്. സോഷ്യലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യോ ക്യാപിറ്റലിസ്റ്റ്. ഇത് നമ്മൾ ഇക്കണോമിക് സിസ്റ്റത്തിൽ ഇസ്ലാമിക് ഇക്കണോമിക് സിസ്റ്റം അല്ല, ജനറൽ ഇക്കണോമിക് സിസ്റ്റത്തിൽ തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ്, പഠിച്ചിട്ടുള്ളതാണ്. The next one, at that time also there were no appropriate model encouraged the Muslim country to start the Islamization from the banking sector. ഈ 3 രൂപത്തിലുള്ള സിസ്റ്റം നിലനിൽക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യൽ ക്യാപിറ്റലിസ്റ്റ്. ഈ സിസ്റ്റം ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ മുസ്ലിം കൺട്രീസിൽ പോലും ഈ തരത്തിലുള്ള ഒരു ഇസ്ലാമൈസേഷൻ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്ലാമൈസേഷൻ ആദ്യം നിലനിന്ന് വന്ന ഒരു സംഗതിയല്ല.
ഓക്കെ, അന്ന് ഈ പറഞ്ഞ സോഷ്യലിസ്റ്റും ക്യാപിറ്റലിസ്റ്റും സോഷ്യൽ ക്യാപിറ്റലിസ്റ്റ് പോലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് മുസ്ലിം കൺട്രീസിലും നിലനിന്നിരുന്നത്. Then Islamization in the economic involved one principal point, that is the elimination of interest in all deposits and financing transaction. നിലവില് elimination of interest എന്നുള്ള ഈ പ്രിൻസിപ്പൽ പോയിന്റിലാണ് നമ്മൾ ഇസ്ലാമൈസേഷന്റെ നിലനിൽപ്പ്. അപ്പൊ ഇൻട്രസ്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടോ, then there is no Islamization, there is no Islamic finance. If there is a presence of interest, then there should not be any Islamization, there should not be any Islamic finance, there should not be any Islamic banking. So elimination of interest is the basic thing in the deposits and financing transactions. Then, however, some people may question, is it appropriate to call it an Islamic bank when the transaction is similar to conventional bank except for the matter of interest? This is the doubt for almost all of the people, because only because of removing the interest, only because of exiting the interest, can we call it as Islamic bank from the conventional system. എന്ന് പറഞ്ഞാൽ ഈ പലിശ ഇല്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഈ ബാങ്കിനെ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ ഇസ്ലാമിക് ബാങ്ക് എന്ന് വിളിക്കാൻ പറ്റുമോ, എന്ന് പറയാൻ പറ്റുമോ? ഇതൊരു പല ആളുകൾക്കുമുള്ള ഒരു സംശയമാണ്. അപ്പൊ അതിനുള്ള മറുപടി നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കത് എന്താ പറയാ, പ്രൂവ് ചെയ്യാൻ പറ്റും. The objectives of Islamic Bank's establishment is to offer banking needs to Muslims, because the Muslim community is always not showing any interest in the banking operations because of the matter of interest. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മിക്ക ആളുകളും ബാങ്കുമായി ഇടപെടാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അതിന്റെ മെയിൻ കാരണം എന്നുള്ളത് തന്നെ അതിൽ ഇൻട്രസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ദീസ് ഇസ്ലാമിക് ബാങ്ക്സ് റൺ അലോങ്സൈഡ് ദി കൺവെൻഷണൽ ബാങ്ക്. ഇപ്പൊ കുറെ ആളുകൾ എന്താണ് ഈ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് ഈ മുസ്ലിംസും കടന്നു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ കൺവെൻഷണൽ ബാങ്ക് തന്നെയാണ് ഈ ഒരു ഇസ്ലാമിക് ബാങ്കിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ പോലും ഈ കൺവെൻഷണൽ ബാങ്കിലേക്ക് ആളുകൾ ഇസ്ലാമിക് ബാങ്കിങ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഈ കൺവെൻഷണൽ ബാങ്കുകളിലേക്ക് വരുന്നുണ്ട്. Then there are some similarities showed in the transaction. ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിലും ഡെപ്പോസിറ്റ് ആണെങ്കിലും ലോൺ ആണെങ്കിലും ഇതിലൊക്കെ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടാവാം. കുറെ കാര്യങ്ങൾ സെയിം ആയിരിക്കും. അവിടെ പലിശ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല ഈ ഇസ്ലാമിക് ബാങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമൈസേഷൻ എന്നുള്ളതിൽ. പക്ഷേ പ്രവർത്തനങ്ങൾ പലതും എന്തായാലും ഒരേ രൂപത്തിലായിരിക്കും. നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടി വരും. നമുക്ക് ചിലപ്പോ ഡെപ്പോസിറ്റ്, മിനിമം ഡെപ്പോസിറ്റിന്റെ ഉണ്ടാവാം, മിനിമം ബാലൻസിന്റെ കാര്യങ്ങൾ ഉണ്ടാവാം, അഗ്രിമെന്റ് ഉണ്ടാവും. ഈ സംഗതികളെല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, എന്നാലും അവിടെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ ഇസ്ലാമിക് ബാങ്കിങ് എന്നുള്ള സിസ്റ്റത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. കൺവെൻഷണൽ ബാങ്കിലേക്ക് തന്നെ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി വരുന്നത് അധികരിച്ചിട്ടുണ്ട്. ഇനി വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് of the establishment business philosophy of Islamic Bank? ഇസ്ലാമിക് ബാങ്കിന്റെ മെയിൻ ഒബ്ജക്ട് എന്തിനാണ് ഇങ്ങനെ ഇസ്ലാമിക് ബാങ്കിങ്? സാധാരണ കൺവെൻഷണൽ ബാങ്കിങ് തന്നെ പോരെ, എന്തിനാണ് ഇസ്ലാമിക് ബാങ്ക്? സോ നോക്കാം നമുക്ക്. ഇൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ രണ്ട് മെയിൻ പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു. അതിൽ ഒന്ന് എലിമിനേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് ആണ്. So every people are trying to increase their profit. ലോസിന് വേണ്ടിയിട്ട് ആരും പ്രവർത്തിക്കില്ലല്ലോ. എല്ലാ ആളുകൾക്കും വേണ്ടത് പ്രോഫിറ്റ് ആണ്. അപ്പൊ ലോസ് വരാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കൂല. അപ്പൊ ഇവിടെ ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എയിം ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. മോർ ഓവർ ഫോർ ദി പ്രൈവറ്റ് കമ്പനീസ്. നമുക്ക് പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്കറിയാം കൂടുതൽ പ്രൈവറ്റ്, പബ്ലിക് കമ്പനി ചിലതൊക്കെ നഷ്ടത്തിലുണ്ടാവും, അത് ഗവൺമെന്റ് നിലനിർത്തുന്നുണ്ടാവാം. പക്ഷെ പ്രൈവറ്റ് കമ്പനികൾ എന്താണെങ്കിലും നഷ്ടത്തോടു കൂടി നിലനിൽക്കാൻ ആരും താല്പര്യപ്പെടുന്നില്ല. ദേ വാണ്ട് ടു മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ്. സോ ലാർജ് profit the organization is running effectively. That means if the profit is very less, very small, then the organization will be difficult to
run effectively. That means their functioning cannot be ensured. Smooth functions cannot be make sure. നമുക്ക് ഒരിക്കലും ഓർഗനൈസേഷൻ വേണ്ടത്ര ലാഭം ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരുന്നു. എന്നാൽ നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിലോ, ലാർജ് പ്രോഫിറ്റ് ഉണ്ടെങ്കിലോ, then we cannot move it effectively, we cannot run it effectively. Then next indicator ആണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്. ഇതിലുള്ള ഇൻവെസ്റ്റേഴ്സ്, ദ ഷെയർ ഹോൾഡേഴ്സ് വാണ്ട് ഹൈ റിട്ടേൺ ഫ്രം ദെയർ ഷെയർസ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മളൊരു കമ്പനിയിൽ നടത്തുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ വെറുതെ കുറച്ചു കാലത്തേക്ക് ഇട്ട് കുറെ കഴിഞ്ഞ് തിരിച്ചു അങ്ങനെയല്ലല്ലോ. നമുക്ക് നല്ല റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് തന്നെ ഈസ് ഇസ്ലാമിക് ബാങ്ക്സ് ദി സെയിം. അപ്പൊ ഇത് നമ്മളിപ്പോ പറഞ്ഞത് ബിസിനസിന്റെ കാര്യങ്ങളാണ്. ഇസ്ലാമിക് ബാങ്കും ഇങ്ങനെ തന്നെയാണോ? ഇതാണ് നമ്മുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇസ്ലാമിക് ബാങ്ക് രണ്ട് കാര്യങ്ങളിൽ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിൽ ഒന്ന് അതിന്റെ റിലീജിയൻ ആസ്പെക്ട്. ദാറ്റ് മീൻസ് ദ ഓർഗനൈസേഷൻ മസ്റ്റ് ഇന്റേണലൈസ് ദ ടീച്ചിങ്സ് ഇസ്ലാം. ഇസ്ലാമിക് ലോ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ശരിയ ഇസ്ലാമിക് ലോ, അത് അനുസരിച്ച് മാത്രമേ ആ ഓർഗനൈസേഷൻ നിലനിൽപ്പുള്ളൂ. So the Islamic banks would have to conform and comply with Islamic principles. സാധാരണ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അനുസരിച്ചുള്ള പ്രിൻസിപ്പിൾസ് അല്ല ഇവിടെ ഇസ്ലാമിക് ബാങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇവിടെ ശരിയ എന്ന് പറയും, അല്ലെങ്കിൽ ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് എന്ന് തന്നെ കൃത്യമായിട്ട് പറയും. ആ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് മാത്രമേ, അപ്പൊ അതെന്തായി, ഒരു റിലീജിയൻ ബേസ്ഡ് ഫോക്കസ് ചെയ്യുന്ന പ്രവർത്തനമാണ്. റിലീജിയനിലുള്ള ആളുകൾക്ക് മാത്രമേ ഇതിന്റെ സർവീസ് കിട്ടൂ എന്നല്ല പറയുന്നത്. ഈ റിലീജിയൻ ലോ, ഇസ്ലാമിക് ലോ, അതനുസരിച്ച് കൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും ഇസ്ലാമിക് ബാങ്കിൽ. എന്ന് പറഞ്ഞാൽ അമുസ്ലിം ആയിട്ടുള്ള ആളുകൾക്കും ഈ സേവനം കിട്ടും, ഇവരുടെ പ്രോഡക്റ്റുകൾ കിട്ടും. പക്ഷെ അതിന്റെ ബേസ് എന്തായിരിക്കും? അതിനൊരു റൂൾ ഉണ്ട്. ആ റൂൾ, ആ ഒരു ലോ, അത് ഇസ്ലാമിക് ലോ, ശരിയ അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക എന്ന് മാത്രമേ ഉള്ളൂ. സർവീസ് എല്ലാ ആളുകൾക്കും കിട്ടും. Then it will involve moral elements by virtue of the factor of ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് ആൻഡ് ബിലീവ്, നമ്മുടെ വിശ്വാസം. ഓക്കെ, സോ ദിസ് ഇസ്ലാമിക് ബാങ്കിങ് ഓപ്പറേഷൻ ഇൻവോൾവ്സ് ദി മോറൽ എലമെന്റ്സ്. ഓക്കെ, ഇൻവോൾവിംഗ് ദ ഫാക്ടർ ഓഫ് ഫെയ്ത്ത് ആൻഡ് ബിലീഫ് ഇൻ ദ ബിസിനസ് ഓപ്പറേഷൻ. നമ്മൾ നടത്തുന്ന ബിസിനസ് ഓപ്പറേഷനിൽ വിശ്വാസത്തിന് പ്രസക്തിയുണ്ട്. അതിൽ മോറൽ എലമെന്റ്സിന് എങ്ങനെയാണെങ്കിലും നമുക്ക് ലാഭം മാത്രം നോക്കിയാൽ മതി, നമ്മൾ ചെയ്യുന്നത് എന്താണെങ്കിലും കുഴപ്പമില്ല, അങ്ങനത്തെ പ്രവർത്തനം ഇസ്ലാമിക് ഓപ്പറേഷനിൽ, ഇസ്ലാമൈസേഷൻ ഓഫ് ബിസിനസ് ഓപ്പറേഷനിൽ അനുവദിക്കുന്നില്ല. അപ്പൊ അതിൽ കൃത്യമായിട്ട് റൂൾ ഉണ്ട്. മറ്റുള്ളവർക്കും കൂടെ ഗുണം കിട്ടുന്ന തരത്തിലുള്ള ബിസിനസ് ഓപ്പറേഷനാണ് നമ്മൾ നടത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് റിലീജിയൻ ബേസ്ഡ് ആണ് ഒരു ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടറാണ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് എന്നുള്ളത് സെക്കൻഡ് മാത്രമാണ്. നോക്കാം നമുക്ക് പ്രോഫിറ്റിൽ എന്താ ഉദ്ദേശിക്കുന്നത്. ഇഫ് ദ മോറൽ ഫാക്ടേഴ്സ് അലോൺ ഈസ് ഗിവൺ ഇമ്പോർട്ടൻസ്, then there is possibility that the bank would experience losses and forced to cease operation. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. റിലീജിയൻ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോ നഷ്ടം നേരിടേണ്ടി വരും. അപ്പൊ നമുക്ക് പ്രോഫിറ്റും കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇഫ് ദർ ഈസ് not much profit, is much difficult to exist in the market. നമ്മൾ റിലീജിയൻ മാത്രം ഫോക്കസ് ചെയ്ത് പ്രോഫിറ്റ് വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും. അപ്പൊ നമുക്ക് ആവശ്യത്തിന് പ്രോഫിറ്റും കൂടെ വേണം. And this would deny the objective of Islamic banks, that is to fulfill the needs of Muslims. So Islamic banks also given importance to ബിസിനസ് ഡയമെൻഷൻ. അതുകൊണ്ട് തന്നെ ബിസിനസ്സിന് വേണ്ടത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു റിലീജിയൻ ആണ് ശരിക്കും ഇസ്ലാം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് ബാങ്ക് എന്നുള്ളത് ബിസിനസ്സിനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന, കൂടുതൽ ഇൻഡ്യൂസ് ചെയ്യുന്ന, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ്. Then the objective of Islamic banking is, ഇവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്. The objectives of Islamic banks is to develop, to foster and to promote the use of Islamic principles, laws and traditions.
മനസ്സിലായില്ലേ? അപ്പൊ ഇസ്ലാമിക് ബാങ്കിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ്, ഇസ്ലാമിക് ലോസ്, അതുപോലെ ട്രഡീഷൻസ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുക. എന്തിന്? ടു ഡെവലപ്പ്, ടു ഫോസ്റ്റർ ആൻഡ് ടു പ്രൊമോട്ട് ഇൻ ബാങ്കിങ് ട്രാൻസാക്ഷൻസ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് അതർ റിലേറ്റഡ് ഏരിയ. ഇതാണ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇസ്ലാമിക് ബാങ്കിങ്. ഇസ്ലാമിക് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്, ബിസിനസ് ട്രാൻസാക്ഷൻസ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ പുതിയ പുതിയ സംഗതികളൊക്കെ ഡെവലപ്പ് ചെയ്യുക, അതിനെ ഫോസ്റ്റർ ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിൽ ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ട്, ഇസ്ലാമിക് ലോസ് അനുസരിച്ച് മാത്രം, ആ ട്രഡീഷൻസ് നിലനിർത്തിക്കൊണ്ട് മാത്രം നമ്മൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിക് ബാങ്കിന്റെ main objective എന്നുള്ളത്. Then another objective is to promote the establishment of investment companies or other business enterprise which according to Sharia പലതരത്തിലുള്ള കമ്പനീസിനെ ഡെവലപ്പ് ചെയ്യാം, ട്രാൻസാക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന പോലെ തന്നെ കമ്പനീസിനെ ഡെവലപ്പ് ചെയ്യാം, പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ്, അവസരങ്ങൾ കണ്ടെത്തുക. ബട്ട് ഓൾ ദീസ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ശരിയ ലോ. ഇറ്റ് ഷുഡ് നോട്ട് ബി അഗെയിൻസ്റ്റ് ദി ശരിയ ലോ. ശരിയ ലോസ് അനുസരിച്ച് മാത്രമേ ഈ കമ്പനികളൊക്കെ പ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ, ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയക്ക് എതിരായിക്കൊണ്ട്, ഇസ്ലാമിക് ലോസിന് എതിരായിക്കൊണ്ട് ഈ പറഞ്ഞ ഒരു പ്രവർത്തനവും ഇസ്ലാമിക് ബാങ്ക് അനുവദിക്കുന്നില്ല. Then different Islamic banks have different goals and objectives, but it is always include the moral and business dimension. നമുക്കറിയാം പല ബിസിനസ്സും പല തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ്. അപ്പൊ ചില ആളുകൾക്ക് എന്തായിരിക്കും, മാക്സിമം പ്രോഫിറ്റ് നേടുക എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ലക്ഷ്യം. ചില ആളുകൾക്ക് മാക്സിമം കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും ചില ബിസിനസിന്റെ ലക്ഷ്യം. ഇതുപോലെ തന്നെ ഇസ്ലാമിക് ബാങ്കുകൾ ഒരുപാട് ഉണ്ടാവാം, ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ സോഷ്യൽ ആയിട്ടുള്ള നന്മ മാത്രം ഉദ്ദേശിക്കുന്നവർ ഉണ്ടാവാം, ചിലപ്പോ അത് കുറെ ആളുകൾക്ക് ഗുണം കിട്ടണം എന്ന് ഉദ്ദേശിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് നാട്ടിൽ ഉണ്ടാവരുത് എന്ന് ആയിരിക്കാം മറ്റു ചില ബാങ്കുകളുടെ ലക്ഷ്യം. അപ്പൊ പലതരത്തിലുള്ള ഇസ്ലാമിക് ബാങ്കുകളുണ്ട്, ഇവർക്കൊക്കെ പലതരത്തിലുള്ള ലക്ഷ്യങ്ങളും ഉണ്ടാവാം. ബട്ട് ഈ ബാങ്കുകൾക്കെല്ലാം മോറൽ ആയിട്ടുള്ള ഒരു ഫേസ്, നന്മ എന്നുള്ള ഒരു നല്ല ഗുണപരമായ കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ള ഒരു ഫേസ് ഈ എല്ലാ ബാങ്കുകൾക്കും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇസ്ലാമിക് ബാങ്ക് വേഴ്സസ് കൺവെൻഷണൽ ബാങ്ക്. ഇസ്ലാമിക് ബാങ്കും കൺവെൻഷണൽ ബാങ്കും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ളത് നോക്കാം. രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് കോളം ഫോർ ഇസ്ലാമിക് ബാങ്ക് ആൻഡ് ദി സെക്കൻഡ് ഫോർ കൺവെൻഷണൽ ബാങ്ക്. ഇസ്ലാമിക് ബാങ്ക് പറയുന്നത് the Islamic bank must comply fully with the requirements of Aqidah by avoiding prohibited elements. എന്ന് പറഞ്ഞാൽ നമ്മുടെ അഖീദ എന്നുള്ളതിന്റെ അർത്ഥം, ജാഫർ സാറേ, അഖീദ എന്നുള്ളതിന്റെ അർത്ഥം, അഖീദ എന്നുള്ളതിന്റെ മീനിങ് വിശ്വാസം. അപ്പൊ നമ്മള് പ്രൊഹിബിറ്റഡ് എലമെന്റ്സിനെ ഒഴിവാക്കി വിശ്വാസപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ലോ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അഖീദ എന്ന് പറയുന്ന ഒരു അറബിക് ടേം ആണ്, അതിന്റെ അർത്ഥം വിശ്വാസം എന്നാണ്. അപ്പൊ ആ വിശ്വാസം മുറുകെ പിടിച്ച് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് റൂളിനെ, ഇസ്ലാമിക് ലോസിനെ ബേസ് ചെയ്ത്, ശരിയായ ബേസ് ചെയ്തുകൊണ്ട് പ്രൊഹിബിറ്റഡ് എലമെന്റ്സിനെ ഒക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമായിരിക്കണം ഇസ്ലാമിക് ബാങ്ക്. എന്നാൽ കൺവെൻഷണൽ ബാങ്ക് ആണെങ്കിലോ ഇറ്റ് ഡസ് നോട്ട് കംപ്ലൈ വിത്ത് അഖീദ. അങ്ങനെയുള്ള ഒരു വിശ്വാസം, മതപരമായ വിശ്വാസം അവർക്കില്ല, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമല്ല. And it also contains the prohibited elements also, as long as it is profitable. അവർക്ക് ലാഭം വേണമെന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള പല സംഗതികളും അതിൽ ഉൾപ്പെട്ടേക്കാം. എന്നാൽ ഇസ്ലാമിക് ബാങ്കിൽ അങ്ങനെ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവും എലമെന്റ്സും ഉൾപ്പെടാൻ പാടില്ല. And second one, Islamic bank must be caring and more understanding to their customer. ഇസ്ലാമിക് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സിനെ കെയർ ചെയ്യണം, കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള സംഗതികൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ കൺവെൻഷണൽ ബാങ്ക് ആണെങ്കിലോ ഇറ്റ് ഡിഡ് നോട്ട് ഇൻക്ലൂഡ് മോറൽ ഫാക്ടേഴ്സ് ഇൻ ദെയർ ഓപ്പറേഷൻ. അവരെന്ത് ചെയ്യുന്നില്ല, കസ്റ്റമറുടെ
യഥാർത്ഥ ആവശ്യം എന്ത് എന്നുള്ളത് അവർ മൈൻഡ് ചെയ്യുന്നില്ല. അതിനനുസരിച്ചുള്ള പ്രവർത്തനമല്ല, അവരുടെ നന്മ ഉദ്ദേശിച്ചിട്ടല്ല കൺവെൻഷണൽ ബാങ്ക്, കസ്റ്റമറുടെ നന്മ ഉദ്ദേശിച്ചിട്ടല്ല കൺവെൻഷണൽ ബാങ്ക് പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ടത് പ്രോഫിറ്റ് ആണ്. എന്നാൽ ഇസ്ലാമിക് ബാങ്കിന് പ്രോഫിറ്റ് വേണം, അതുപോലെ തന്നെ കസ്റ്റമറുടെ നന്മയും ഉദ്ദേശിക്കുന്നു. ആൻഡ് ഇസ്ലാമിക് ബാങ്കിന്റെ മൂന്നാമത്തെ കാര്യം പറയുന്നത് ഹാവ് ഗോൾസ് ഓൺ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് പോവർട്ടി ഇറാഡിക്കേഷൻ, നോട്ട് ഓൺലി പ്രോഫിറ്റ്. ഇസ്ലാമിക് ബാങ്കിനെ സംബന്ധിച്ച് അവർക്ക് പ്രോഫിറ്റ് വേണം, പക്ഷെ നോട്ട് ഓൺലി പ്രോഫിറ്റ് മാത്രമല്ല, പോവർട്ടി ഇറാഡിക്കേഷൻ, അറിയാലോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആ ഇസ്ലാമിക് ബാങ്ക് ഉള്ള ഏരിയയിൽ അവിടെ ദാരിദ്ര്യം ഉണ്ടാവരുത്, എല്ലാ ആളുകളും ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാകണം. അതുപോലെ ആ ഏരിയയുടെ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ്, സാമൂഹികവും സാമ്പത്തികവുമായ ഡെവലപ്മെന്റ്, ഓക്കെ, വളർച്ച, ഇതൊക്കെ ഉദ്ദേശിക്കുന്നു. എന്നാൽ കൺവെൻഷണൽ ബാങ്കോ, അവിടെ പോവർട്ടി ഉണ്ടോ പ്രശ്നമല്ല, അവിടെ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടോ എന്നുള്ളതൊന്നും കൺവെൻഷണൽ ബാങ്കിന് പ്രശ്നമല്ല. ദ കൺവെൻഷണൽ ബാങ്ക് ഷുഡ് ബി ഓൾവേസ് ഫോക്കസിങ് ഓൺലി ഓൺ ദി പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇസ്ലാമിക് ബാങ്ക് അപ്പൊ പ്രോഫിറ്റ് ഫോക്കസ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രോഫിറ്റ് മാത്രമല്ല. കാരണം നമ്മൾ ഏറ്റവും ഫസ്റ്റ് ടൈമിൽ തന്നെ നമ്മൾ പറഞ്ഞ രണ്ട് പ്രിൻസിപ്പിൾസിൽ ഒന്നായിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിങ്. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് ഷെയർ ചെയ്യും എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന് പുറമെ പോവർട്ടി ഇറാഡിക്കേഷനും സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റും കൂടെ ഇതിന്റെ ലക്ഷ്യങ്ങളിൽ വരുന്നു. മറ്റൊന്ന്, ദ ഓപ്പറേഷൻസ് ഈസ് അക്കോർഡിംഗ് ടു ശരിയ. ഇസ്ലാമിക് ബാങ്കിന്റെ ഓപ്പറേഷൻ ശരിയ അനുസരിച്ചുകൊണ്ടാണ്, ഇസ്ലാമിക് ലോസ് അനുസരിച്ചുകൊണ്ടാണ്. പക്ഷെ കൺവെൻഷണൽ ബാങ്കോ, ദി ഓപ്പറേഷൻ ഈസ് ഫ്രീലി ഡൺ. അവർക്ക് അങ്ങനെ ഉള്ള റൂളൊന്നുമില്ല. കൺവെൻഷണൽ ബാങ്ക്സ് ആർ ഓൾവേസ് ഓപ്പറേറ്റിംഗ് അക്കോർഡിംഗ് ടു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഓക്കെ, ആ തരത്തിലുള്ള ഒരു പ്രിൻസിപ്പിൾസ് അവർക്കുണ്ടാവും. എന്നാൽ ഇസ്ലാമിക് ബാങ്ക് ചാർജസ് ഓൺ കസ്റ്റമേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ്. ഇസ്ലാമിക് ബാങ്കിൽ ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണോ ചെലവായത് അതിനനുസരിച്ച് മാത്രമുള്ള ഒരു ചാർജ് ആയിരിക്കും ഇസ്ലാമിക് ബാങ്കിൽ കസ്റ്റമറോട് ചാർജ് ചെയ്യാം. എന്നാൽ കൺവെൻഷണൽ ബാങ്ക് ആണെങ്കിലോ, ഇറ്റ് കുഡ് ചാർജ് ദെയർ കസ്റ്റമർ വിത്ത് കോസ്റ്റ് ദാറ്റ് ഇൻകേർഡ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ ഇതിന്റെ റേറ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നോക്കിയിട്ടുള്ള ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ പലിശ നമ്മൾ കണക്കൂട്ടുമ്പോൾ ഒരുപാട് വർഷത്തേക്ക് ആകുമ്പോൾ അതിന്റെ അന്നത്തെ ആ പലിശ റേറ്റ് വളരെ കൂടുതലായിരിക്കും. കാരണം അവർ നോക്കുന്നത് എന്താണ്, എന്താ നമ്മൾ പറയാ, പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിനത്ര, ഇന്ന് നമ്മുടെ കയ്യിലുള്ള 1 രൂപ നാളെ ആ 1 രൂപയ്ക്ക് അത്ര തന്നെ മൂല്യം ഇല്ല. അപ്പൊ ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും അതും കൂടെ നോക്കിയിട്ടാണ് കൺവെൻഷണൽ ബാങ്ക് ഫിക്സ് ചെയ്യുക. എന്നാൽ ഇസ്ലാമിക് ബാങ്കോ ഫ്യൂച്ചറിൽ നമ്മുടെ കറൻസിയുടെ വാല്യൂ എത്രയൊന്നും ഇസ്ലാമിക് ബാങ്ക് നോക്കുന്നില്ല. ഇപ്പോ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതിനെത്രയാണ് ചാർജ്, അത് ബേസ് ചെയ്തിട്ടുള്ള ചാർജാണ് ഇസ്ലാമിക് ബാങ്ക് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇസ്ലാമിക് ബാങ്ക് കൺവെൻഷണൽ ബാങ്ക് തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ. ഇനി നെക്സ്റ്റ്, ബിസിനസ് എത്തിക്സ് ഇൻ ഇസ്ലാമിക് എക്കണോമിക്സ് ആൻഡ് ഫിനാൻസ്. ഇസ്ലാമിക് എക്കണോമിക്സ് അല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ബിസിനസ് എത്തിക്സ് അതിന് പ്രാധാന്യമുണ്ടോ എന്നുള്ളത്. എന്താണ് ബിസിനസ് എത്തിക്സ്? നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ ബികോമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിസിനസ് എത്തിക്സ് മീൻസ് ടു തിങ്ക് വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് റൈറ്റ് ആണോ റോങ് ആണോ, ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നതാണ് എത്തിക്സ്. ശരിയായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അപ്പോഴേ നമ്മൾ എത്തിക്സ് അനുസരിച്ച് ചെയ്യുന്നത്. അപ്പൊ ബിസിനസ് എത്തിക്സ് ഇൻ ഇസ്ലാമിക് ഇക്കണോമിക്സ്, ഇസ്ലാമിക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളിലൂടെ ബിസിനസ് എത്തിക്സ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. There is much that non-Muslim students of business ethics can learn from Islamic teaching, with its emphasis on khilafah or responsibility to God for the management of resources. എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് എത്തിക്സും ഇസ്ലാമിക് ഫിനാൻസും പഠിക്കുന്നത് മുസ്ലിം സ്റ്റുഡൻസ് മാത്രമല്ല, ഇഷ്ടം പോലെ നോൺ മുസ്ലിം സ്റ്റുഡൻസും പഠിക്കുന്നുണ്ട്. അവർ ഈ ഇസ്ലാമിക് ടീച്ചിങ്ങിലൂടെ ബിസിനസ് എത്തിക്സ് പഠിക്കുന്നുണ്ട്. കാരണം നമ്മൾക്ക് മുൻപ് ഇപ്പൊ ഖിലാഫത്ത് ഭരണം എന്നൊക്കെ നമ്മൾ പറയും, അതൊക്കെ അനുസരിച്ച് പറയുന്ന റെസ്പോൺസിബിലിറ്റി ടു ഗോഡ്, നമുക്ക് ദൈവത്തോട് നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തിന്? ഫോർ ദി മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ്. അപ്പൊ നിലവിൽ നമ്മുടെ ഈ മുന്നിൽ വന്നിട്ടുള്ള എല്ലാ റിസോഴ്സസിനും യഥാർത്ഥ ഓണർ
ദി ഗ്രേറ്റ് അള്ളാഹ് അല്ലെങ്കിൽ ഗോഡ്, ദൈവമാണ് ഇതിന്റെയൊക്കെ യഥാർത്ഥ ഓണർ. നമ്മൾ അതിന്റെ മാനേജേഴ്സ്, അത് മാനേജ് ചെയ്യുന്ന ആളുകൾ മാത്രമാണ് നമ്മൾ. സോ ദ മാനേജർ ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഓണർ. അപ്പൊ നമുക്ക് എന്തുണ്ട്? ഗോഡ് എന്ന ആ ഓണറോട് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. So those concerned with the corporate governance should be aware of the concept of shura, that implies consultation on policy formulation rather than simply the introduction of new initiative by management dictate. എന്ന് പറഞ്ഞാൽ അവിടെ ഷൂറ എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞ പോലെ ഒരു അറബിക് ടേം ആണ്. അപ്പൊ നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഇൻ കൺസൾട്ടേഷൻ വിത്ത് സം എക്സ്പേർട്സ്, ഇതിന്റെ കൃത്യമായ പണ്ഡിതന്മാരുണ്ടാവും. എന്ന് പറഞ്ഞാൽ കൂടുതൽ നോളജ് ഉള്ള ആളുകൾ ഉണ്ടാവും. ആ ആളുകളുമായിട്ട് ആലോചിച്ച് അതിനെയാണ് നമ്മൾ ഡിസ്കഷൻ നടത്തിയിട്ട്, അതിനെയാണ് നമ്മൾ ഷൂറ എന്ന് പറയുന്നത്. ആ ഡിസ്കഷൻ നടത്തിയിട്ടാണ് പല പോളിസീസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അത് ബിസിനസ് എത്തിക്സിന് ചേർന്നതാണോ എന്ന് നോക്കും, അതുപോലെ ഇസ്ലാമിക് ബാങ്കിങ്ങിന് ചേർന്നതാണോ എന്ന് നോക്കും. അതൊക്കെ അനുസരിച്ച് ഈ പോളിസി ഫോർമുലേറ്റ് ചെയ്യണം, നിയമങ്ങൾ ഫോർമുലേറ്റ് ചെയ്യണം. അതിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് വരുത്തണം. ഇതിനൊക്കെ ബിസിനസ് ഓണർ അല്ലെങ്കിൽ ബാങ്കിങ് ഓപ്പറേഷൻ നടത്തുന്ന ആളുകൾ അവര് ഇഷ്ടം പോലെ തീരുമാനിക്കുകയല്ല. ദേ വാണ്ട് ടു കൺസൾട്ട് വിത്ത് ദിസ് കൈൻഡ് ഓഫ് പീപ്പിൾ, മീൻസ് ദി എക്സ്പേർട്സ്, ഇസ്ലാമിക് ബാങ്കിങ് എക്സ്പേർട്സ്. ഓക്കെ, അപ്പോൾ ഇതൊരു മുസ്ലിംസിന് വേണ്ടിയിട്ട് മാത്രമല്ല, എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇത് പഠിക്കുന്നത് മുസ്ലിംസ് മാത്രമല്ല, നോൺ മുസ്ലിംസ് എല്ലാ ആളുകൾക്കും വേണ്ടത്. അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്, അതിനുള്ള കാരണം, മെയിൻ റീസൺ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇസ്ലാമിക് ബാങ്കിങ് ഈസ് ദി development of socio-economic development of the society and the poverty eradication, not only profit. ലാഭം മാത്രമല്ല, പോവർട്ടി ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിംസിന്റെ പോവർട്ടി ഒഴിവാക്കുക എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് എന്നാ പറഞ്ഞത്, മുസ്ലിംസിന്റെ ഡെവലപ്മെന്റ് എന്നല്ല അവിടെ പറഞ്ഞത്. അപ്പൊ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളും മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളും ഒക്കെ ഇത് പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. Then next, the ethical values laid down by the Quran and the Prophet Muhammad, peace be upon him. അപ്പോ എന്താണ് എത്തിക്കൽ വാല്യൂസ്? ഖുറാനിൽ എന്താ പറഞ്ഞത്, അല്ലെങ്കിൽ എത്തിക്കൽ വാല്യൂസിനെ കുറിച്ച് ദി ലാസ്റ്റ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ കാര്യങ്ങളാണ് നെക്സ്റ്റ്. The emphasis is that inheres in the value system is aimed at training the inner self of man, so as to motivate him to abandon selfishness in favor of social interest. ഒരാളെ മനസ്സിന്റെ ഉള്ളിലാണ് ഈ എത്തിക്സ് അല്ലെങ്കിൽ വാല്യൂ ഉണ്ടാവേണ്ടത്. ഇന്നർ സെൽഫ് ഓഫ് മാൻ, പുറത്ത് കാണിക്കാൻ മാത്രമല്ല, ഒരാളുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടാവണം. സോ ആസ് ടു മോട്ടിവേറ്റ് ഹിം ടു അബാൻഡൻ സെൽഫിഷ്നെസ് ഇൻ ഫേവർ ഓഫ് സോഷ്യൽ ഇൻട്രസ്റ്റ്. അപ്പോ അയാൾ ഒരിക്കലും ഒരു സെൽഫിഷ് ആവില്ല. അയാൾ ഒരു സമൂഹത്തിന് ഗുണം കിട്ടേണ്ട കാര്യങ്ങളായിരിക്കും അയാൾ ചെയ്യുക. അയാളുടെ മനസ്സിന്റെ ഉള്ളിൽ ആണ് ഈ വാല്യൂ സിസ്റ്റം ഉള്ളത് എങ്കിൽ അയാൾ സ്വാഭാവികമായിട്ട് സമൂഹത്തിന്റെ നന്മയാണ് ഉദ്ദേശിക്കുക. Among these values, justice and benevolence are the most important. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു മനുഷ്യത്വം എന്ന് പറയും, അതുപോലെ ജസ്റ്റിസ്, നീതി, നന്മ, ഈ സംഗതികൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. Then this emphasizes that absolute justice is purely legal concept. അല്ലെ, ആർക്കും തുല്യനീതി കിട്ടണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ലീഗൽ കൺസെപ്റ്റ്. എന്നാൽ ബെനവലൻസ് എന്ന് പറയുന്നതോ സൂപ്പർ എറഗേറ്ററി ആൻഡ് ട്രാൻസെൻസ് ജസ്റ്റിസ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ പറയുന്ന മനുഷ്യത്വം, അതും അവിടെയുണ്ട്, അതും നമ്മൾ പരിഗണിക്കണം. ഒബ്സർവൻസ് ഓഫ് ബെനവലൻസ് വുഡ് ഓട്ടോമാറ്റിക്കലി പ്രൊട്ടക്ട് ദ പ്രസിൻസ് ഓഫ് ജസ്റ്റിസ്. അപ്പൊ നമ്മൾ ഈ മനുഷ്യത്വം ഉണ്ടെങ്കിൽ അവിടെ നന്മ ഉണ്ടാവുള്ളൂ, അവിടെയാണ് നീതി ഉണ്ടാവുക. ഇപ്പൊ ഒരാളടുത്ത് ഒരുപാട് പണമുണ്ട്, അയാൾ മറ്റൊരാൾക്ക്, ഇപ്പൊ ഒരാൾ ഒരു 25,000 രൂപ ഒരാൾ മറ്റൊരാൾക്ക് കൊടുത്തു, അയാൾ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു തരാന്ന്, ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു തരാന്ന് പറഞ്ഞു. ഈ 25,000 വാങ്ങിച്ച ആള് പണം വാങ്ങിയ സമയത്തേക്കാൾ കൂടുതൽ മോശപ്പെട്ട അവസ്ഥയിലായി. അയാൾ തൽക്കാലം ഒരു 10,000 കൊണ്ടുകൊടുത്തു.
യഥാർത്ഥത്തിൽ 25,000 കൊടുത്ത ആൾക്ക് 25,000 തന്നെ തിരിച്ചു കിട്ടേണ്ടതുണ്ട്. പക്ഷെ ഈ പണം കൊടുത്ത ആൾ ഇപ്പം നല്ല പൊസിഷനിലാണ്, അയാൾക്ക് പ്രയാസമൊന്നും ഇല്ല എങ്കിൽ അയാൾക്ക് നിയമപരമായിട്ട് നമ്മുടെ നിലവിലെ ഭരണഘടന അനുസരിച്ചുള്ള നിയമം പറയുന്നത് ഇയാൾ നിർബന്ധമായിട്ട് 25,000 കൊടുക്കണം എന്ന് തന്നെയാണ്. പക്ഷെ ഇസ്ലാമിൽ പറയുന്നത് ഇയാൾക്ക് എത്രയാണോ കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുക്കുക. അപ്പൊ ഈ പണം കൊടുത്ത വ്യക്തി, ലെൻഡർ ആരാണോ അയാളെടുത്ത് ഈ ബെനവലൻസ് എന്ന് പറയുന്ന, മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഗതി അയാളെ മനസ്സിലുണ്ടെങ്കിൽ അയാൾ എന്ത് പറയും, നിനക്ക് കഴിയുന്ന സമയത്ത് തിരിച്ചു തന്നാ മതി, അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ പ്രയാസം ഇല്ല, അതുകൊണ്ട് നീ കുറച്ച് കഴിഞ്ഞ് തന്നാ മതി എന്ന് പറഞ്ഞാൽ there is justice and benevolence. Okay, this is the main part of the ethical values. Then next പറയുന്നത് market mechanism which Islam visualizes. മാർക്കറ്റ് എന്താണ് നമുക്കറിയാലോ. മാർക്കറ്റ് ഈസ് എ പ്ലേസ് വേർ ദ ഗുഡ്സ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സ്ഥലത്തിനെ പറയുന്ന പേരാണ് മാർക്കറ്റ്. ആ മാർക്കറ്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഹൗ ദിസ് മാർക്കറ്റ് മെക്കാനിസം വിഷ്വലൈസ് ഇൻ ഇസ്ലാം. ഇസ്ലാമിൽ എന്താണ് മാർക്കറ്റ് മെക്കാനിസം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത്? സോ it allows the free operation of market forces only for as long as one benefits without damaging others' interest. മറ്റൊരാളുടെ താല്പര്യത്തെ കെടുത്തിക്കൊണ്ടാവരുത്, മോശമാക്കിക്കൊണ്ടാവരുത് നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ താറടിച്ച് കാണിച്ചിട്ടല്ല നമ്മുടെ മാർക്കറ്റ് നമ്മൾ ചെയ്യണം. Islamic ethical values represent universal ethical values. These values, whether in the Quran or in the early scriptures, are not amenable to restriction to a particular society or region. They are of universal import. അപ്പൊ ഖുർആനിൽ പറഞ്ഞതും അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ ഇസ്ലാമിക് ലോ അനുസരിച്ച് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ ഏതെങ്കിലും ഒരു ഏരിയക്കോ വേണ്ടിയിട്ടുള്ളതല്ല. ഓൾ ദീസ് ആർ യൂണിവേഴ്സൽ എത്തിക്കൽ വാല്യൂസ്. അപ്പൊ ഇത് ലോകത്തിൽ എല്ലായിടത്തും നടപ്പിലാക്കേണ്ട സംഗതികൾ തന്നെയാണ്. അപ്പോഴാണ് അവിടെയൊക്കെ എത്തിക്സ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. Then the God has ordained that these values should be observed by the entire human race for all time, with the object of seeking God's pleasure and to earn a reward in the next world. അപ്പൊ ഈ ഇസ്ലാമിക് ലോ അനുസരിച്ച് നമ്മൾ മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുമ്പോൾ മറ്റൊരാളെ കുറിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അയാളെ മോശമാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ നന്നാക്കി എടുക്കുക എന്നുള്ളതല്ല. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ വിവരിച്ച് ആളുകൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുക. അല്ലാതെ മറ്റുള്ളവരെ താറടിച്ചോ മോശമാക്കി കാണിച്ചിട്ടോ അല്ല. ഇത് ഏതെങ്കിലും ഒരു വിഭാഗം ചെയ്യേണ്ട പ്രവർത്തനമല്ല. എല്ലാ ആളുകളും അല്ലെ, ഇപ്പൊ മുസ്ലിംസ് മാത്രമാണോ ഈ ഒരു മാർക്കറ്റ് മെക്കാനിസം ചെയ്യേണ്ടത്? നോൺ മുസ്ലിംസും ചെയ്യണം. അപ്പൊ എല്ലാ മുസ്ലിംസും ഇങ്ങനെയുള്ള മാർക്കറ്റ് മെക്കാനിസം ചെയ്യുന്നുണ്ട് എന്നല്ല ഇവിടെ പറയുന്നത്. യഥാർത്ഥത്തിൽ വേണ്ടത് ഇങ്ങനെയാണ്. അവരുടെ വിശ്വാസം അനുസരിച്ച് വേണ്ടത് ഈ രൂപത്തിലാണ്. ഇസ്ലാം വിഷ്വലൈസ് ചെയ്യുന്നത് മാർക്കറ്റ് മെക്കാനിസം ഇതാണ്. ഇസ്ലാമിക് ബാങ്കിങ് പറയുന്ന മാർക്കറ്റ് മെക്കാനിസമാണ് ഇത്. ഓക്കെ, അപ്പൊ ഇതനുസരിച്ച് എല്ലാ മുസ്ലിംസും നോൺ മുസ്ലിംസും ഒക്കെ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ then it will be better for the society. അവർക്ക് സ്വാഭാവികമായിട്ടും ദൈവത്തിന്റെ ഭാഗത്ത് ഒരുപാട് നന്മകൾ ഉണ്ടാവും. അപ്പം ഇസ്ലാം മത വിശ്വാസം അനുസരിച്ച് നമ്മുടെ ജീവിതം കഴിഞ്ഞ് മരണത്തിന് ശേഷം മറ്റൊരു ലോകത്ത് നമുക്ക് ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കും. അവിടെ നമുക്ക് ഈ രൂപത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ ഇവിടെ നടത്തുകയാണെങ്കിൽ ആ രണ്ടാമത് നമ്മൾ ജീവിക്കുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്ത് നമുക്ക് ഒരുപാട് റിവാർഡ് കിട്ടും, ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും എന്നും കൂടെയാണ് ഇസ്ലാമിന്റെ വിഷ്വലൈസേഷൻ. ദെൻ മൂന്നാമത്തെ ഒരു ടേമാണ് ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു മാനുഷിക പരിഗണന അല്ലെങ്കിൽ മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞു. ഇസ്ലാം ഡിസ്കാർഡ്സ് സെൽഫ് അബ്നഗേഷൻ ആൻഡ് മൊണാസ്റ്റിസിസം. ഇസ്ലാം ഒരിക്കലും സെൽഫിഷ്നെസ് അല്ലെങ്കിൽ ഒരാള് മാത്രം മൊണോപ്പൊളി എന്നുള്ള സംഗതിയൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ട്രൈ ടു സപ്രസ് ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്ട് ദാറ്റ് മോട്ടിവേറ്റ് വൺ ടു വർക്ക് ഹാർഡ്, organize one's economic activities efficiently and profitably, and discover new methods to exploit resources and multiplying wealth. ഇസ്ലാം പറയുന്നത് ഒരാള്
നന്നായി ജോലി ചെയ്യണ്ട എന്നല്ല, അയാൾ ഒരുപാട് സമ്പാദിക്കണ്ട എന്നൊന്നും ഇസ്ലാം പറയുന്നില്ല. നന്നായി കഠിനാധ്വാനം ചെയ്യണം, നന്നായിട്ട് അധ്വാനിക്കണം, നന്നായിട്ട് സമ്പാദിക്കുകയും വേണം. ഓക്കെ, എന്നുള്ള ഒരുപാട് സ്വത്ത് നമുക്ക് ഏൺ ചെയ്യാം, അതിനൊന്നും ഇസ്ലാം എതിരല്ല. However, control. We want to control. We want to regulate and discipline them so as to stop injustice and exploitation of any sort due to man's love of wealth and his desire to maximize his earnings and get rich overnight. അപ്പം ഇതൊക്കെ നല്ല രൂപത്തിൽ ശരിയ അനുസരിച്ചുകൊണ്ട്, ഇസ്ലാമിക് ലോസ് അനുസരിച്ചുകൊണ്ടാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഇൻജസ്റ്റിസ് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ഒരാളെ ജോലിക്ക് വിളിച്ചു നമ്മൾ അയാൾക്ക് കൂലി കൊടുത്തു, അപ്പൊ അത് ഓക്കെയാണ്. പക്ഷെ ഒരു ദിവസത്തെ കൂലി അയാൾക്ക് 1000 രൂപയാണ് എങ്കിൽ നമ്മൾ അയാൾക്ക് 500 രൂപയെ കൊടുത്തിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ അവിടെ ഇൻജസ്റ്റിസ് ഉണ്ട്. എന്നാൽ അയാൾ അവിടെ ജോലി ചെയ്തു, അയാൾക്ക് നമ്മൾ വേജ് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് അത് എന്തല്ല, അവിടെ ഒരു ജസ്റ്റിസ് നടപ്പിലായിട്ടില്ല, അവിടെ ഇൻജസ്റ്റിസ് ഉണ്ട്. അപ്പൊ അത് ജസ്റ്റിസ് നടപ്പിലാക്കുമ്പോഴാണ് നാം അയാൾ ചെയ്ത സേവനത്തിന് കൃത്യമായിട്ടുള്ള കൂലി, വേജ് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ അവിടെ ജസ്റ്റിസ് ഉണ്ട്. അപ്പൊ അവിടെ എക്സ്പ്ലോയിറ്റേഷൻ ഇല്ല. മനസ്സിലായി? അപ്പൊ ഈ രൂപത്തിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ദെൻ ദി മാൻ മെയ്ഡ് ലോസ് ആൻഡ് റെഗുലേഷൻസ് ആക്ട് ആസ് സെക്കൻഡറി സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ് സപ്രസ് എനി ഡിഗ്രഷൻ ബൈ ദോസ് ഹു ഹാവ് ബിക്കം വീക്ക് ഇൻ ദെയർ ബിലീഫ്. അപ്പൊ പല ആളുകൾ എന്നുള്ള പല പ്രവർത്തനത്തിനും നമ്മുടെ മാൻ മെയ്ഡ് ലോസ്, ഈ ശരിയാ ലോ എന്ന് പറയുന്നത് എന്താ പറയാ, ഖുർആനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ 3-4 കാര്യങ്ങളാണ്, ഖുർആൻ, സുന്ന, ഹദീസ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ശരിക്കും ഇസ്ലാമിക് ലോസ് അല്ലെങ്കിൽ ശരിയ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഭരണഘടന അനുസരിച്ചുകൊണ്ട്, ഇപ്പൊ ഇന്ത്യയിലെയൊക്കെ നിയമം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതിനെയാണ് നമ്മൾ മാൻ മെയ്ഡ് ലോസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സെക്കൻഡറി സപ്പോർട്ടായിട്ട് മാത്രമാണ്. ഓക്കെ, ആ രൂപത്തിൽ അതാണ് ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ ജസ്റ്റിസ് നടപ്പിലാക്കാനായിട്ട് കഴിയും. മറ്റൊന്ന് ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി. അപ്പൊ യഥാർത്ഥത്തിൽ അബ്സല്യൂട്ട് ജസ്റ്റിസ് ഈസ് എ ലീഗൽ റിക്വയർമെന്റ് ഫോർ എസെൻഷ്യൽ. But the Prophet, in line with the Quranic requirement, has persuaded his followers to behave magnanimously in claiming their right and be generous in discharging their duty. അപ്പൊ ഇവിടെ ജസ്റ്റിസ് എന്നുള്ളത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ മാൻ മെയ്ഡ് ലോ അനുസരിച്ചും ശരിയാ ലോ അനുസരിച്ചൊക്കെ ആവശ്യമുള്ളതാണ്. അതൊക്കെ കൃത്യമായിട്ട് ലാസ്റ്റ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അതിന് പ്രചോദനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ആളുകൾ പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഓക്കെ, ദെൻ വൈൽ അദിൽ, അദിൽ എന്ന് പറഞ്ഞാൽ അതൊരു അറബിക് ടേം ആണ്, അതിന് നീതി എന്നാണ് അർത്ഥം. സോ ദി അദിൽ എലിമിനേറ്റ്സ് ഇൻജസ്റ്റിസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സ്ട്രൈക്സ് എ റിയൽ balance between rights and responsibilities in society. Ihsan decorates the society with generosity, kindness, mercy, forgiveness, self-sacrifice, mutual cooperation and affection. അപ്പൊ ഈ നീതി ഇവിടെ വരികയാണ്. ഈ ജസ്റ്റിസ് എന്നുള്ള സംഗതി ഇവിടെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ കൈൻഡ്നെസ് ഉണ്ടാവും, മേഴ്സി ഉണ്ടാവും, ഫോർഗീവ്നെസ് ഉണ്ടാവും, കോപ്പറേഷൻ ഉണ്ടാവും, ലവ് ഉണ്ടാവും, അഫെക്ഷൻ ഉണ്ട്. ഈ സംഗതികളൊക്കെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. Okay, so the justice or adl is the primary condition for setting up an Islamic government, while ihsan plays a vital role in building up a truly Islamic society. The former is legal phenomena, while the later is moral and religious. എന്നാൽ ഈ ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ എന്താ പറയാ ബെനവലൻസ്, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ പറയുന്ന ഇഹ്സാൻ എന്നൊക്കെ പറയുന്നത് ഒരു അറബിക് ടേമാണ്. മനുഷ്യത്വം എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ജസ്റ്റിസ് അഥവാ അദൽ, നീതി എന്നുള്ളതാണ് ഇതിന്റെ ബേസിക്. അതിനാണ് ഫസ്റ്റ് പ്രൈമറി ഇമ്പോർട്ടൻസ്. ദെൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് സൊസൈറ്റിയുടെ ബേസ്, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞതാണ് അതിന്റെ ലീഗൽ ഫിനോമിന, ജസ്റ്റിസ് ആണ് അതിന്റെ ലീഗൽ ഫിനോമിന. എന്നാൽ ഇഹ്സാൻ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജനറോസിറ്റി അല്ലെങ്കിൽ മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു മതപരമായ ഭാഗമാണ്.
ഓക്കെ, അപ്പോ വീണ്ടും ഞാൻ പറയാം, ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി എന്നുള്ളതിൽ, ജസ്റ്റിസ് എന്നുള്ളതിൽ അതിന്റെ ലീഗൽ ഫിനോമിനയാണ്, ജനറോസിറ്റി എന്നുള്ളത് അതിന്റെ മോറൽ ആൻഡ് റിലീജിയസ് ബേസ് ആണ്. ഇനി മാർക്കറ്റ് മെക്കാനിസം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും അതിന്റെ ഒരു കുറച്ചും കൂടെ വൈഡ് ആംഗിൾ നിന്നുകൊണ്ട് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇസ്ലാം ഡസ് നോട്ട് അലോ അൺബ്രൈഡൽഡ് ഫ്രീഡം ടു ട്രേഡേഴ്സ്. ഓക്കെ, ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, ഒരു ഫ്രീഡം എന്ന് പറഞ്ഞാൽ ട്രേഡേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു ഫ്രീഡം, ഒരു വൺ സൈഡ് ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്നില്ല. എന്തിന്? ടു മാനിപ്പുലേറ്റ് ദി സപ്ലൈ, ഡിമാൻഡ് ഓർ പ്രൈസ് ഓഫ് അവൈലബിൾ ഗുഡ്സ്. അവർക്ക് ഇഷ്ടമുള്ള പോലെ സപ്ലൈ ചെയ്യാം, ട്രേഡേഴ്സിന് ഇഷ്ടമുള്ള പോലെ സപ്ലൈ ചെയ്യാം, ട്രേഡേഴ്സിന് ഇഷ്ടമുള്ള പോലെ അതിനെ ഡിമാൻഡ് ഇഷ്ടമുള്ള പോലെ മാനിപ്പുലേറ്റ് ചെയ്യാം, അതുപോലെ ഇഷ്ടമുള്ള പ്രൈസ് ഫിക്സ് ചെയ്യാം എന്നുള്ളതൊന്നും അങ്ങനെ ഇഷ്ടം പോലെ ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഇസ്ലാമിക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ദി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ മോട്ടിവേറ്റഡ് ടു മാക്സിമൈസ് ദെയർ യൂട്ടിലിറ്റി വിത്തൗട്ട് ഇൻവോൾവിംഗ് ദംസെൽസ് ഇൻ അൺഎത്തിക്കൽ ഓർ അൺസോഷ്യൽ ആക്ടിവിറ്റീസ്. അപ്പം ബയേഴ്സിനും സെല്ലേഴ്സിനും ഒക്കെ മാക്സിമം ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്താൻ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ അണത്തിക്കലോ അൺസോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. A trader has complete freedom to maximize his profit through the optimum utilization of resources, planning, accurate anticipation, and managerial efficiency, but not through the means that Islam treats as immoral or sinful. ട്രേഡർക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അയാളുടെ ഫ്രീഡം അനുസരിച്ചുകൊണ്ട് അയാൾക്ക് പ്ലാൻ ചെയ്യാം, റിസോഴ്സ് ഉപയോഗിക്കാം, അയാളുടെ എഫിഷ്യൻസി ഉപയോഗിക്കാം, അയാൾക്ക് ലോങ് ടേം സ്ട്രാറ്റജീസ് ഉണ്ടാക്കാം, എല്ലാം അയാൾക്ക് ചെയ്യാം. അങ്ങനെ അയാൾക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാം. ബട്ട് നോട്ട് ത്രൂ ദ മീൻസ് ദാറ്റ് ഇസ്ലാം ട്രീറ്റ്സ് ആസ് ഇമ്മോറൽ ഓർ സിൻഫുൾ. ഇസ്ലാം പറയുന്നത് ഇന്ന രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് ഇമ്മോറൽ ആണ്, അത് സിൻഫുൾ ആണ്, തെറ്റായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഒരിക്കലും ഇവിടെ ട്രേഡർ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ ഇസ്ലാമിക് ഫിനാൻസ് അല്ലെങ്കിൽ ഇസ്ലാമിക് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഈ മാർക്കറ്റ് മെക്കാനിസം ഇസ്ലാമിൽ അനുവദിക്കുന്നില്ല. അതുപോലെ മറ്റൊന്നാണ് എത്തിക്സ് ഓഫ് ബിസിനസ്. എത്തിക്സിനെ കുറിച്ചാണല്ലോ നമ്മൾ ഈ പറയുന്നതൊക്കെ. നെക്സ്റ്റ്, എത്തിക്സ് ഓഫ് അഡ്വർടൈസിങ്. എത്തിക്സ് ഓഫ് അഡ്വർടൈസിംഗ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർ ടു റിജക്ട് അഡ്വർടൈസിങ് ഓൾസോ. എല്ലാം ഇസ്ലാം പറയുന്നത് അഡ്വർടൈസ്മെന്റ് വേണ്ട എന്നല്ല, അഡ്വർടൈസ്മെന്റ് വേണം. ബട്ട് ഓൾ ദിസ് അഡ്വർടൈസ്മെന്റ് ഈസ് ജസ്റ്റിഫയബിൾ. ഓക്കെ, പക്ഷേ ചിലപ്പോഴൊക്കെ ഇപ്പൊ ഇവിടെ പറയുന്നത് ബിസിനസ് എന്റർപ്രൈസസ് അഡ്വർടൈസ് ഹാസ് seriously jeopardized the concept of the free market. Suppliers manipulate consumer choice and persuade them to choose what the supplier wants them to. അതാണ് നിലവിൽ പല മാർക്കറ്റിലും അഡ്വർടൈസ്മെന്റിൽ നടക്കുന്നത്. The suppliers manipulate consumer choice and persuade them to choose what the supplier wants them to. സപ്ലയർ അടുത്ത് എന്താണോ ഉള്ളത് അത് വാങ്ങാൻ പ്രേരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ അഡ്വർടൈസ്മെന്റിലൊക്കെ ചെയ്യുന്നത്. നോട്ട് വാട്ട് ദേ റിയലി നീഡ്. കസ്റ്റമർക്ക് എന്താണോ ആവശ്യം അത് കൊടുക്കുന്നതിലല്ല ഇവർ ചെയ്യുന്നത്. അപ്പൊ ആ രൂപത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അപ്പൊ സപ്ലയർ അയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ട് അത് അഡ്വർടൈസ് ചെയ്യല്ല വേണ്ടത്. കസ്റ്റമർക്ക് യഥാർത്ഥത്തിൽ എന്താണോ വേണ്ടത്, കൺസ്യൂമർക്ക് മാർക്കറ്റിൽ എന്താണ് ആവശ്യമുള്ളത് അത് ഉണ്ടാക്കിയിട്ട് അത് അഡ്വർടൈസ് ചെയ്യുക. ആ ഒരു പ്രോഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് അങ്ങനെ കൊടുക്കുകയാണ്. അല്ലാതെ സപ്ലയറുടെ താല്പര്യം അനുസരിച്ച് കുറെ ഉണ്ടാക്കുക, അത് അഡ്വർടൈസ് ചെയ്യുക എന്നിട്ട് അത് വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. സോ ദി ഫാൾസിറ്റി ആൻഡ് ഡെസീറ്റ് ആർ അൺജസ്റ്റിഫയബിൾ ആൻഡ് സിൻഫുൾ. അങ്ങനെ കസ്റ്റമറുടെ താല്പര്യം നോക്കാതെ സപ്ലയർ ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് വാങ്ങാൻ പ്രേരിപ്പിച്ച് ആളുകളെ മയക്കി തള്ളിയിടുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അൺജസ്റ്റിഫയബിൾ ആണ്, സിൻഫുൾ ആണ്. ഇനി സെയിൽസ്മാൻഷിപ്പ്. സെയിൽസ്മാൻഷിപ്പ് നമുക്ക് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് അൺഅവോയ്ഡബിൾ. Many of the business are in success because of the great effort of the salesmanship. So good salesmanship does not necessarily involve falsity and deceit. അപ്പൊ ഒരു ഗുഡ് സെയിൽസ്മാൻഷിപ്പ് ഒരു നല്ല സെയിൽസ്മാൻഷിപ്പ് ആണെങ്കിൽ there is no falsity and deceit. So however usually involve exaggeration. പലപ്പോഴും സംഭവിക്കുന്നതാണ് എക്സാജറേഷൻ.
അതുപോലെ വശീകരിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ നടക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫ്രം ദി ട്രൂത്ത് ആൻഡ് മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഡിസീവിംഗ് ദി കസ്റ്റമർ. ദ പ്രോഫറ്റ് not only condemned such practice but also emphasized good manner, leniency and courtesy. അപ്പൊ പ്രോഫറ്റ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് ലാസ്റ്റ് പ്രോഫറ്റ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആളുകളെ ചീറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള സെയിൽസ്മാൻഷിപ്പ്, എക്സാജറേഷൻ നടത്തി വശീകരിച്ച് ആളുകളെ പറ്റിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നവരെ അവർക്ക് ശിക്ഷ ഉണ്ടാവും എന്നുള്ളത് മാത്രമല്ല പറഞ്ഞത്, എങ്ങനെ ഇത് നല്ല രൂപത്തിൽ ചെയ്യാൻ പറ്റും എന്നും കൂടെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. The next area എന്ന് പറയുന്നത് the just price. A trader has to add all the incurred and accrued expense to the whole price in addition to profit himself or herself. ഇപ്പൊ യഥാർത്ഥത്തിൽ എന്താണ്, നമുക്ക് ചെലവായ പൈസ നമുക്ക് അത് അല്ല അതിന്റെ പ്രൈസ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് ദ പ്രൈസ്. But what rate of profit should charge is determined largely by market forces and nature of competition, given a normal or prevailing price. സാധാരണ കേസിൽ നമ്മൾ ഇപ്പൊ ഒരാൾക്ക് ഒരു പ്രോഡക്റ്റിനുള്ള ആകെ ചെലവ് 40 രൂപയാണ്. അതിന് 10 രൂപ അയാൾ പ്രോഫിറ്റ് എടുത്താൽ 50 രൂപക്ക് അയാൾക്ക് അത് വിൽക്കാം. ചിലപ്പോൾ അയാൾ അത് വിൽക്കുന്നത് 500 രൂപയ്ക്കായിരിക്കും. കാരണം മാർക്കറ്റ് ഫോഴ്സ്, അതിന് നല്ല ഡിമാൻഡ് ഉണ്ടാവും. ചിലപ്പോൾ മൊണോപ്പൊളി ആയിരിക്കും. അപ്പൊ അങ്ങനെ ഹ്യൂജ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം അനുവദിക്കുന്നില്ല. Okay, all this proves that the concept of just price is not moral concept except where monopoly or oligopoly arbitrarily fix and unrealistically high price quoted proportion with cost. അപ്പൊ നമുക്ക് അന്യായമായി ഒരുപാട് വലിയ എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത് ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുപോലെ മൊണോപ്പൊളി ഒളിഗോപ്പൊളി ഒന്നും അതും വേണ്ടത്ര എന്നല്ല, അതിനൊക്കെ എഗെയിൻസ്റ്റ് ആണ്. ഓക്കെ, മറ്റൊരു സംഭവമാണ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബിസിനസിന്റെ പല കാര്യങ്ങളും ആ ബിസിനസിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, മെയിൻ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. അവര് എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ ചൂഷണം ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടെ ഇൻസൈഡർ ട്രേഡിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ഇസ്ലാം ദി കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഈസ് അറ്റ് റെസ്റ്റ് ആൻഡ് മസ്റ്റ് ബി ഹോണർഡ് വെദർ ഇറ്റ് ബി കോൺട്രാക്ച്വൽ ഓർ ഇംപ്ലൈഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. അപ്പൊ ഇസ്ലാം പറയുന്നത് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസമാണ്, ഒരു ട്രസ്റ്റ് ആണ്. അതിനെ നമ്മൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം, അത് പരസ്യമാക്കാൻ പാടില്ല. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ബേസ്ഡ് ഓൺ ഖുറാനിക് വേഴ്സസ് ആൻഡ് ദ പ്രൊഫറ്റ്സ് സേയിങ്സ് സേഫ്ഗാർഡിംഗ് അതേഴ്സ് സീക്രട്ട്. അല്ലെ, മറ്റുള്ളവരുടെ സീക്രസി പരസ്യപ്പെടുത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് ഖുറാനിൽ പറയുന്നുണ്ട്, അതുപോലെ ഹദീസിൽ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദിസ് ഓട്ടോമാറ്റിക്കലി ഡിസ്കാർഡ് യൂസിങ് സീക്രട്സ് ഓഫ് പേഴ്സണൽ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സീക്രട്ട് നമ്മുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോ നമ്മളൊരു 2 പേര് ചേർന്ന് ഒരു ബിസിനസ് നടത്താൻ തീരുമാനിച്ചു. അപ്പൊ അതിൽ ആ 2 പേര് പാർട്ട്ണർഷിപ്പാണ്. അപ്പൊ ഞാന് എന്റെ മാത്രം നേട്ടത്തിന് വേണ്ടി അതിലുള്ള സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായി? അപ്പൊ അതിൽ ആ സീക്രട്ട് ആയിട്ടുള്ള മറ്റുള്ളവരുടെ സീക്രസി പോലെ തന്നെ ഈ 2 കൂട്ടരും കൂടെ ചെയ്യുമ്പോൾ ഒരു ബിസിനസിന്റെ സീക്രസി അത് സീക്രട്ട് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ആ സീക്രട്ട് പാർട്ട്ണർഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടി മാത്രം അയാൾ അത് ചൂഷണം ചെയ്യാൻ പാടില്ല. അത് ബിസിനസ്സിൽ ഇസ്ലാമിക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ അനുവദിക്കുന്നില്ല. ഇനി these are the part of business ethics. ഇനി നെക്സ്റ്റ് ഏരിയ നമ്മൾ പറയുന്നത് the main prohibitions and promotions. അപ്പൊ ഇസ്ലാം പലതും പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ എന്താണ് പ്രൊഹിബിറ്റ് ചെയ്യുന്നത്, എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത്, ഇത് നമുക്കറിയാം. So the Sharia law differentiates Islamic finance from conventional finance. ഇസ്ലാമിക് ബാങ്കും കൺവെൻഷണൽ ബാങ്കും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. ഇത് മെയിൻ ബേസ് ചെയ്തിരിക്കുന്നത് ശരിയയാണ് ഇതിന്റെ ബേസ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിഫറൻസ് വരുന്നത്. So the Islamic financial system is constructed on economic concepts specified by Sharia, a code of conduct. അപ്പൊ ഇതില് യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിക് ഫിനാൻഷ്യൽ സിസ്റ്റം
ശരിയ ബേസ് ചെയ്തിട്ടാണ്, ആ ശരിയയാണ് മുസ്ലിംസിന്റെ കോഡ് ഓഫ് കണ്ടക്ട് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇൻ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, എല്ലായിടത്തും അയാളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും, അല്ലാതെ സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല, സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ മാറ്റേഴ്സ്, ദ ശരിയ പ്രൊമോട്ട്സ് ബാലൻസ് ആൻഡ് ജസ്റ്റിസ്. ശരിയ എല്ലായ്പ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് ബാലൻസ്ഡ് ഡെവലപ്മെന്റിനാണ്, അതുപോലെ ജസ്റ്റിസിനുമാണ്. ആൻഡ് ഇറ്റ് ഓൾസോ, ദ ശരിയ ഓൾസോ ഡിസ്കറേജസ് ബിഹേവിയേഴ്സ് ഓഫ് എക്സസ്. അധികരിക്കുന്നതിന്, എന്തെങ്കിലും അധികരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ഇങ്ങനെ കൂടിക്കൂടി വരിക. ഇപ്പൊ ഒരാളുടെ സമ്പാദ്യം കൂടിക്കൂടി വരിക, മറ്റുള്ളവരൊക്കെ പട്ടിണിയിൽ, ഇതൊരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നു. ദർ ഷുഡ് ബി ബാലൻസ് ആൻഡ് ജസ്റ്റിസ്. ദിസ് ഇസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ശരിയ. നോക്കാം നമുക്ക്. സം ഓഫ് ദി കോർ ഐഡിയാസ് പ്രൊമോട്ട് ബൈ ശരിയ ഇൻക്ലൂഡ് ഫോളോയിങ്. അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഇനി നെക്സ്റ്റ്. ഈ മെയിൻ പ്രൊഹിബിഷൻ ആൻഡ് പ്രൊമോഷൻ, അതിന്റെ ബാലൻസ് ആൻഡ് ജസ്റ്റിസ് ഏരിയ എന്തുകൊണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ്, Allah is the owner of all wealth. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾ ഒരു വ്യക്തി ജനിക്കുന്നു, അയാൾ ജനിക്കുന്ന സമയത്ത് അയാൾ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. ആൻഡ് he uses the resources of this earth. ഈ ഭൂമിയിൽ, ഈ ലോകത്തുള്ള പല റിസോഴ്സസും അയാൾ ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അയാൾ മരണപ്പെടുക, അയാൾ തിരിച്ചു പോകുക. ഇതിന്റെ ഇടയിൽ അയാളൊന്നും കൊണ്ടുവരുന്നുമില്ല, മരണശേഷം അയാളൊന്നും കൊണ്ടുപോകുന്നുമില്ല. ആ വസ്തുക്കളൊക്കെ ഇവിടെ തന്നെ നിലനിൽക്കുന്നു. സോ ദ ഓണർ, ദ റിയൽ ഓണർ ഓഫ് ദി വെൽത്ത് ഈസ് ഗോഡ് ഓർ Allah. And we people are, humans are the managers. We manage the wealth according to the command of God, according to the command of Allah, which promote justice and prohibit certain activity, including the wasting or destroying resources. Muslims have the right to enjoy whatever wealth they acquire and spend in Sharia compliant ways. ഒരുപാട് സമ്പാദിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പറയുന്നില്ല. നന്നായിട്ട് സമ്പാദിക്കാം, നന്നായിട്ട് അധ്വാനിക്കാം, നമുക്ക് സ്പെൻഡ് ചെയ്യാം, മറ്റുള്ളവർക്ക് കൊടുക്കാം, ഇതൊക്കെ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ശരിയക്ക് വിരുദ്ധമായിട്ട് ആവരുത്. ഓക്കെ, എല്ലാം അള്ളാഹുവിന്റെ അല്ലെങ്കിൽ ഗോഡ്, ദൈവത്തിന്റെ കമാൻഡ് അനുസരിച്ച് മാത്രമേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഒരാളുടെ സമ്പത്തിനെ പിടിച്ചു പറിക്കാൻ, ഒരാളുടെ സ്വത്ത് നമുക്ക് വാങ്ങാം, ഒരാളുടെ വീട് നമുക്ക് വാങ്ങാം, പക്ഷെ പിടിച്ചു പറിക്കാൻ അനുവദിക്കുന്നില്ല. Then material pursuit must be balanced with an individual spiritual needs. എന്ന് പറഞ്ഞാൽ a Muslim's economic activities and pursuit of wealth should balance with the spiritual aspects of life. Economic activity conducted according to Sharia is itself an act of worship. But finding balance between economic activity and spirituality is key. A Muslim is expected to seek moderation in the material world to avoid being either misled to materialist. ഒരാളടുത്ത് ഒരുപാട് സമ്പാദ്യമുണ്ട്, എന്നാ പിന്നെ അയാൾ എന്ത് ചെയ്യണ്ട, ഈ കീറിപ്പറിഞ്ഞ ഡ്രസ്സ് ഇടുക, അല്ലെങ്കിൽ വളരെ മോശമായ ചപ്പൽസ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ മുന്നിൽ വളരെ വൃത്തിയില്ലാതെ നടക്കുക, അങ്ങനെയൊന്നും ചെയ്യണ്ട. ഒരാളടുത്ത് അത്യാവശ്യം സമ്പാദ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ വളരെ നീറ്റായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആ ഒരു സ്ഥാനത്തോടെ തന്നെ ആണ് അയാൾ നടക്കേണ്ടത്. പക്ഷെ അത് ഒരിക്കലും എന്താ ഓവർ ആവാൻ പാടില്ല. The Islam always motivating to avoid being either miserly or too materialistic. വളരെ പിശുക്കനാവാനും പാടില്ല, എന്നാൽ വാരിക്കോരി എന്താ പറയാ, നാളെ എന്നുള്ള ചിന്തയില്ലാതെ നമ്മൾ ലാവിഷ് ആയിട്ട് നടക്കാനും ഇസ്ലാം അനുവദിക്കുന്നില്ല. മറ്റൊന്നാണ്, an individual's need must be balanced with society's need. Okay, individual's need, ഒരാളുടെ ആവശ്യം, that must be balanced with society's needs. എന്ന് പറഞ്ഞാൽ Muslim need to consider the society in general when enjoying Allah's boundaries. These considerations include promoting justice in all economic activity, remembering that all people have mutual responsibility for all others, and using the earth resources wisely. അപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്താണ്, പലതരത്തിലുള്ള ആളുകളുണ്ടാവും, ഒരുപാട് സ്വത്തുള്ള ആളുകളുണ്ടാവും, എന്നാൽ സ്വത്ത് തീരെ ഇല്ലാത്ത ആളുകൾ, സ്വന്തമായിട്ട് 2 വീടുള്ള ആളുണ്ടാവാം, എന്നാൽ ഒരു വീട് പോലും ഇല്ലാതെ വളരെ പാവപ്പെട്ട് വാടകയ്ക്ക് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവാം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും റിയൽ ഓണർ ഈസ് ദ ഗോഡ്.
അപ്പൊ അത് നമ്മളെ ഏൽപ്പിച്ചു തന്നതാണ്. 2 വീടുണ്ട് എന്ന് പറഞ്ഞാൽ ആ 2 വീട് അള്ളാഹു അല്ലെങ്കിൽ ഗോഡ് നമ്മളെ ഏൽപ്പിച്ചു തന്നതാണ്. We are the managers and we want to manage these resources according to the instructions or according to the command of this God എന്ന രൂപത്തിൽ. അപ്പൊ നമ്മുടെ ഇഷ്ടം മാത്രം നമുക്ക് നോക്കി ജീവിക്കാൻ നമ്മളെ ഈ ശരിയ ലോ അല്ലെങ്കിൽ ഇസ്ലാമിക് ലോ അനുവദിക്കുന്നില്ല. Therefore the individual's needs must be balanced with the society's needs. നമ്മുടെ നീഡ് എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ നീഡുമായിട്ട് ബാലൻസ്ഡ് ആയി പോകണം. സൊസൈറ്റിക്ക് കിട്ടാത്ത എന്തെങ്കിലും ഒരു ഗുണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത നമുക്ക് മാത്രമായിട്ട് എൻജോയ് ചെയ്യുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മുടെ സന്തോഷം മറ്റുള്ളവരിലേക്കും അത് ഷെയർ ചെയ്യുന്നതിനെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്, ഇസ്ലാമിക് ഫിനാൻസ് പ്രോത്സാഹിപ്പിക്കുന്നത്. Then economic transaction should take place within a just responsible free market economy. നമ്മൾ നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞു, റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞു. അതുപോലെ ഫ്രീ മാർക്കറ്റ് ഇക്കോണമിയാണ്, മൊണോപ്പൊളി ഒന്നും അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. And it should be responsible to other persons, other people and the society also. Okay. ഇനി അപ്പൊ ഇത്രയാണ് നമ്മുടെ ബിസിനസ് എത്തിക്സ് എന്നുള്ള ഏരിയയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി കുറച്ച് കാര്യം കൂടെ ഇവിടെ പറയാനുള്ളത്. ഇൻ സപ്പോർട്ട് ഓഫ് ദീസ് പ്രിൻസിപ്പിൾസ്, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് ശരിയ പ്രൊഹിബിറ്റ്സ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ബേസ്ഡ് ഓൺ ദി ഫോളോയിങ്. ഇങ്ങനെയുള്ള ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് നോക്കുകയാണെങ്കിൽ ഇനി കുറച്ച് ട്രാൻസാക്ഷൻസ് പറയുകയാണ്. അതൊക്കെയാണ് ശരിയ പ്രോഹിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നോക്കാം ഏതൊക്കെയാണ് എന്നുള്ളത്. ഒന്ന്, ഇൻട്രസ്റ്റ്. അതിനെ നമ്മൾ പറയുന്നത് റിബ എന്നാണ്. റിബ എന്ന് പറഞ്ഞാൽ അതിന്റെ അറബിക് വേർഡ് ആണ്. So riba is the Arabic word for interest. That means to riba and interest എന്നുള്ള വാക്കിന്റെ അല്ല, റിബ എന്ന അറബിക് വേർഡിന്റെ അർത്ഥം to increase, to grow, to multiply into more than what would be due. യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാളും കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ അധികരിപ്പിക്കുന്ന, വളർത്തുന്ന, ഓക്കെ, ഒരു അങ്ങനെയുള്ള കാര്യത്തിനെ പറയുന്ന അറബിക് വേർഡാണ് റിബ. റിബ ഈസ് പ്രോഹിബിറ്റഡ് ബൈ ഇസ്ലാം ബിക്കോസ് ഇറ്റ് ക്രിയേറ്റ്സ് സോഷ്യൽ ഇൻജസ്റ്റിസ്. റിബ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, പലിശ എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, ബിക്കോസ് ഇറ്റ് ക്രിയേറ്റ്സ് സൊസൈറ്റൽ ഇൻജസ്റ്റിസ്. In a riba-based transaction, the owner of the wealth gets returned without making any effort, and the borrower carries all the risk. Suppose എൻ്റെ കയ്യിലൊരു 50,000 രൂപയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്നിട്ട് നിങ്ങളോട് പറയണം, ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ അതിന്റെ 10% അപ്പോ എന്റെ കയ്യിലുള്ള ഈ 50,000 രൂപ ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഒരു മാസത്തിന് ശേഷം നിങ്ങൾ അതിന്റെ 10% കൂടുതൽ എന്ന് പറഞ്ഞാൽ 50,000 5,000 രൂപ. അപ്പൊ നിങ്ങൾ എനിക്ക് ഒരു മാസം കഴിയുമ്പോൾ 55,000 രൂപ തിരിച്ചു തരണം എന്ന് ഞാൻ പറയുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് 50,000 രൂപയാണ്, പക്ഷെ നിങ്ങൾ എനിക്ക് തിരിച്ചു തരേണ്ടത് 55,000 രൂപയാണ്. അപ്പൊ ഇവിടെ ഈ 5,000 രൂപ അധികമുള്ള 5,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല, ഞാനൊരു എഫേർട്ടും എടുത്തിട്ടില്ല, ഞാനത് നിങ്ങൾക്ക് തരിക എന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾ ആ 50,000 ഉപയോഗിച്ച് പല പ്രവർത്തനങ്ങളും നടത്തി നിങ്ങൾ ആ 5,000 കൂടുതലായിട്ട് എനിക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എഫേർട്ട് ഇല്ലാത്ത, റിസ്ക് ഇല്ലാത്ത, ഇപ്പൊ അയാൾക്ക് ഈ 50,000-ൽ എന്തെങ്കിലും നഷ്ടം വന്നു, അയാൾ ഈ 50,000 കൊണ്ട് എന്തോ ബിസിനസ് ചെയ്തു, അങ്ങനെ അയാൾക്ക് 55,000 ഒന്നും കിട്ടിയില്ല, അയാൾക്ക് ആകെ 40,000 10,000 രൂപ നഷ്ടമാണ് എന്നാണ് എങ്കിൽ ഒരിക്കലും ഇയാള് എന്നാ വേണ്ട 10,000 രൂപ എനിക്ക് വേണ്ട എന്ന് ഇയാൾ പറയുന്നില്ലല്ലോ. അങ്ങനെ പറയാത്ത 55,000-നെയാണ് നമ്മൾ റിബ എന്ന് പറയാം. ലോസ് ഷെയർ ചെയ്യാത്തിടത്തോളം കാലം അത് ശരിയ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള പ്രവർത്തനത്തിലെ അറബിക് ടേമിനെയാണ് നമ്മൾ റിബ എന്ന് പറയുന്നത്. അതുപോലെ റിബയെ പ്രോഹിബിറ്റ് ചെയ്യുന്ന പോലെ മറ്റൊരു കാര്യമാണ് ഇസ്ലാം പ്രോഹിബിറ്റ് ചെയ്യുന്ന, അല്ലെ ശരിയ പ്രോഹിബിറ്റ് ചെയ്യുന്ന
മറ്റൊരു കാര്യമാണ് അൺസെർട്ടനിറ്റി. എന്താ അൺസെർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ? അൺസെർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ അനിശ്ചിതത്വം എന്നാണ് പറയുക. അപ്പൊ ഇവിടെ അറബിക് വേർഡ് അൺസെർട്ടനിറ്റി എന്നുള്ളതിന്റെ അറബിക് വേർഡാണ് ഖരാർ എന്ന് പറയും. അപ്പൊ അറബിക് വേർഡ് ഖരാർ മീൻസ് അൺസെർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ, ഖരാർ എന്ന് പറഞ്ഞാൽ ടു ചീറ്റ് ഓർ ഡെല്യൂഡ്, മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുക. നോട്ട് എവറി വൺ ഇൻവോൾവ് നോസ് വാട്ട് ടു എക്സ്പെക്ട് ആൻഡ് ക്യാൻ മേക്ക് ആൻ ഇൻഫോംഡ് ഡിസിഷൻ. Qarar exists when two parties enter a contract and one party lacks complete information, or when both parties lack control over the underlying transaction. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു വസ്തുവിന്റെ രേഖ, ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ ആധാരം ഞാൻ വാങ്ങി, നിങ്ങൾക്ക് ഞാൻ 10 ലക്ഷം രൂപ തന്നു. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് 12 ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അയാള് ഈ 5 വർഷം കഴിഞ്ഞു, അയാള് വരികയാണ്. അപ്പൊ അയാളെ കയ്യിൽ 12 ലക്ഷം രൂപ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അയാളെ കയ്യിൽ ആകെ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ, ഒരു 5 ലക്ഷം രൂപയേ ഉള്ളൂ. അയാൾ 5 ലക്ഷം രൂപയായിട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ 5 ലക്ഷം രൂപ നമുക്ക് വേണ്ട, പകരം നിങ്ങളുടെ പ്രോപ്പർട്ടി ഞാൻ എടുക്കുകയാണ്, ഞാൻ സ്വന്തമാക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ അഗ്രിമെന്റിന്റെ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞിട്ടില്ല? നിങ്ങൾ 12 ലക്ഷം രൂപ ആയിട്ട് അത് തിരിച്ചു തന്നില്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി എന്റെ പേരിലാകും എന്ന് ഈ ബോറോവറോട് ഞാൻ പറഞ്ഞിരുന്നില്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ അവിടെ എന്തുണ്ട്? ലാക്ക് ഓഫ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഖരാർ, മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനം. അതും ഇസ്ലാമിക് ഫിനാൻസ്, ഇസ്ലാമിക് ബാങ്ക് പ്രോത്സാഹിപ്പിക്കുക എന്നല്ല, അത് പ്രൊഹിബിറ്റഡ് ആണ്, അനുവദിക്കുന്നേയില്ല. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് പറയുന്നത്, റിബ ഓർ ഇൻട്രസ്റ്റ്, അതുപോലെ ഖരാർ ഓർ അൺസർട്ടനിറ്റി. ദെൻ തേർഡ് വൺ ആണ് ഗാംബ്ലിംഗ്. ഗാംബ്ലിങ്ങിന്റെ 2 തരത്തിലുള്ള അറബിക് വേർഡാണ് ഗാംബ്ലിങ്ങിന് ഉപയോഗിക്കുക. ഒന്ന് മൈസിർ എന്ന് പറയും, അതുപോലെ ഖിമാർ എന്നും പറയും. ഇത് 2ഉം അറബിക് വേർഡാണ് കേട്ടോ. ഇത് ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രാൻസാക്ഷൻ വിച്ച് ഇൻവോൾവ്സ് the acquisition of wealth by chance instead of by effort. അപ്പൊ അതില് മൈസിർ എന്നുള്ള ആ വാക്കാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്വിസിഷൻ ഓഫ് വെൽത്ത് ബൈ ചാൻസ് ഇൻസ്റ്റെഡ് ഓഫ് ബൈ എഫേർട്ട്. എന്നാൽ ഖിമാർ എന്ന് പറഞ്ഞാലോ, ഇറ്റ് റെഫേഴ്സ് എ ഗെയിം ഓഫ് ചാൻസ്, ഗെയിം ഓഫ് ചാൻസ്. അപ്പൊ നമ്മളിപ്പോ പല ആളുകളും ഇപ്പൊ ഈ നമ്മുടെ നാട്ടിലൊക്കെ ചില ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുന്നിടത്ത് ഉണ്ടാവും. നമ്മള് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല, നമ്മൾ കിലുക്കി കുത്ത് എന്ന് പറയും. അപ്പൊ അതിലെന്താണ്, നമ്മള് പൈസ വെച്ച് 50 രൂപ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 100 രൂപ തിരിച്ചു കിട്ടും. ദാറ്റ് ഈസ് ബൈ ചാൻസ്, ഗെയിം ഓഫ് ചാൻസ്. അതിനെ പറയുന്നതാണ് ഖിമാർ. ഇത് ഇസ്ലാം പ്രൊഹിബിറ്റ് ചെയ്യുന്നു, ശരിയ പ്രൊഹിബിറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഗെയിമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഇസ്ലാമിക് ഫിനാൻസ് അനുവദിക്കുന്നില്ല. ദിസ് ഈസ് അഗെയിൻസ്റ്റ് ദ ശരിയ ലോ. അതുപോലെ മൈസിർ എന്ന് പറഞ്ഞു അക്വിസിഷൻ ഓഫ് വെൽത്ത് ബൈ ചാൻസ് ഇൻസ്റ്റെഡ് ഓഫ് ബൈ എഫേർട്ട്. ചാൻസ്, ഒരു അവസരത്തിൽ നമുക്ക് കുറെ സ്വത്തുകൾ കിട്ടുക, നമുക്ക് ഒരു എഫേർട്ട് എടുക്കാതെ കുറെ സ്വത്ത് കിട്ടുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, അത് പ്രൊഹിബിറ്റഡ് ആണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഗാംബ്ലിംഗ്, ഈ ചൂതാട്ടം പോലുള്ള സംഗതികളൊക്കെ ഇതിൽ വരുന്നതാണ്. പിന്നെ അപ്പൊ ഇതൊക്കെയാണ് പ്രൊഹിബിറ്റ് ചെയ്യുന്നത്. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞ റിബ അഥവാ ഇൻട്രസ്റ്റ് നമ്മൾ പറഞ്ഞു, അതുപോലെ അൺസെർട്ടനിറ്റി ഓർ ഖരാർ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് ഗാംബ്ലിംഗ് ആണ്, ഖിമാർ അല്ലെങ്കിൽ മൈസിർ എന്നുള്ളത് പറഞ്ഞു. ഇനി പ്രൊഹിബിറ്റഡ് പ്രോഡക്ട്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഏതൊക്കെയാണ് പ്രൊഹിബിറ്റഡ് പ്രോഡക്ട്സ് ആൻഡ് ഇൻഡസ്ട്രീസ്? ഇസ്ലാം പ്രൊഹിബിറ്റ്സ് ദ പ്രോഡക്ട്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ദാറ്റ് ഈസ് കൺസിഡേർഡ് ഹാർംഫുൾ ടു സൊസൈറ്റി ആൻഡ് ത്രെറ്റ് ടു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇസ്ലാമിക് ബാങ്ക് അല്ലെങ്കിൽ ഇസ്ലാമിക് ലോസ് അല്ലെങ്കിൽ ശരിയ ഇവിടെ പ്രൊഹിബിറ്റ് ചെയ്ത പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ ഹാർംഫുൾ ടു സൊസൈറ്റി, സൊസൈറ്റിക്ക് ഹാർംഫുൾ ആണ്, അത് ദോഷമുണ്ടാക്കും. ആൻഡ് ത്രെറ്റ് ടു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹ്യ സുരക്ഷയ്ക്ക് ഉത്തരവാദിത്തത്തിന് ഭീഷണി ഉണ്ടാവും എന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകളും ബിസിനസ്സും ഇൻഡസ്ട്രീസും മാത്രമേ ശരിയ അല്ലെങ്കിൽ ഇസ്ലാമിക് ലോസ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളൂ.
അതിന്റെ എക്സാമ്പിൾസ് ആണ് ആൽക്കഹോൾ, അല്ലെ? നമ്മുടെ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്? സ്വബോധം ഉണ്ടാവില്ല, മറ്റുള്ളവർ ചീറ്റ് ചെയ്യപ്പെടാനും നമ്മൾ പലതരത്തിലുള്ള വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ ബുദ്ധിയെ തന്നെ അസ്ഥിരപ്പെടുത്താനുള്ള കാരണമായി മാറും. അതുപോലെ ഒന്നാണ് പോർക്ക്. അതിന്റെ സയന്റിഫിക് ടേം നമ്മൾ നോക്കുകയാണെങ്കിൽ വിച്ച് ഈസ് ഹാംഫുൾ ടു ദി ഹ്യൂമൻ ബോഡി. അതുപോലെ പ്രോസ്റ്റിറ്റ്യൂഷൻ which is a threat to social responsibility. Then pornography against the social responsibility, and tobacco harmful to the body. So all these are the products based on uncertainty or gambling. ഇതൊക്കെ ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണ്. ഒന്നുകിൽ ഹാംഫുൾ ടു സൊസൈറ്റി ആണ്, അല്ലെങ്കിൽ ത്രെട്ട് ടു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ അങ്ങനെയുള്ളത് മാത്രമേ ശരിയ അല്ലെങ്കിൽ ഇസ്ലാമിക് ലോ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ നോക്കാം, പ്രൊഹിബിഷൻ ഇൻ ഇസ്ലാമിക് ഫിനാൻഷ്യൽ സിസ്റ്റം. ഇസ്ലാമിക് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് പ്രൊഹിബിറ്റ് ചെയ്തത് എന്നാണ് ഇവിടെ പറയുന്നത്. അതിൽ റിബ, യൂഷ്വറി എന്നും പറയും, അതാണ് ഇൻട്രസ്റ്റ് നമ്മൾ പറഞ്ഞു. അതുപോലെ ഷോർട്ട് സെയിൽ. ഷോർട്ട് സെയിൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഓൾ ഗുഡ്സ് യു ഡു നോട്ട് നോ. ഇതിന്റെ ഭാവി എന്താണ്, ഇത് വരാൻ പോണ സംഗതി എന്താണെന്ന് നമുക്ക് അറിയില്ല. അതാണ് നേരത്തെ പറഞ്ഞ അൺസർട്ടൈനിറ്റി. പിന്നെ മൊണോപ്പൊളി നമ്മൾ പറഞ്ഞു. അതുപോലെ അൺഫെയർ, അല്ലെ? തുല്യതയില്ലായ്മ, അൺജസ്റ്റ്, നീതിയില്ലായ്മ, അങ്ങനത്തെ കോൺട്രാക്ട്. ദെൻ അൺലോഫുൾ ആൻഡ് അൺഎത്തിക്കൽ ട്രേഡ്, അല്ലെ? എത്തിക്സിനെതിരെ. ദെൻ മണി ട്രേഡിങ്. മണി ഈസ് പേയ്മെന്റ് മെക്കാനിസം. മണി ട്രേഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ പറയാ, പലിശക്ക് പണം കൊടുക്കുക, അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പണം കച്ചവടം ചെയ്യുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുപോലെ ഗ്യാംബ്ലിംഗ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. അതുപോലെ ഹരാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ പറയുന്ന സംഗതികളൊക്കെ ഇസ്ലാമിക് ഫിനാൻഷ്യൽ സിസ്റ്റം പ്രൊഹിബിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. ദെൻ ഇനി ശരിയ കംപ്ലയന്റ് പ്രൊഡക്ട്സ്, ശരിയ അനുവദിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് ഇനി പറയുന്നത്. നോക്കാം നമുക്ക്. ഒന്ന് പറയുന്നത് പ്രോഡക്റ്റ് ദാറ്റ് എക്സ്ചേഞ്ചബിൾ ഫോർ മണി. പണം ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്. ഓക്കെ, പണം ഉപയോഗിച്ച് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റണം, അതാണ് ഒരു കണ്ടീഷൻ. രണ്ടാമത്, പ്രോഡക്ട്സ് ആർ നോട്ട് പ്രൊഹിബിറ്റഡ് ഇൻ ഇസ്ലാം. ഇസ്ലാം പ്രൊഹിബിറ്റ് ചെയ്യുന്ന, അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ ആൽക്കഹോൾ പ്രോഡക്റ്റ് ദാറ്റ് എക്സ്ചേഞ്ചബിൾ ഫോർ മണിയാണ്. പണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ആൽക്കഹോൾ. ബട്ട് ഇറ്റ് ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ ഇസ്ലാം. അപ്പം പണത്തിന് എക്സ്ചേഞ്ച് ചെയ്യാൻ, പണം ഉപയോഗിച്ച് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റണം. ഇസ്ലാം പ്രൊഹിബിറ്റ് ചെയ്യുന്നതാവാൻ പാടില്ല. ആൻഡ് അനദർ വൺ, പ്രോഡക്ട്സ് ആർ നോട്ട് ട്രേഡഡ് അണ്ടർ ഡ്യൂറസ് എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഗുഡ്സോ ഒന്നും ട്രേഡ് ചെയ്യാൻ പാടില്ല. പ്രോഡക്ട്സ് ദാറ്റ് ആർ ഫ്രീ ഫ്രം റിബ, പലിശ ഉൾപ്പെടാൻ പാടില്ല, പലിശ ഉൾപ്പെട്ട പ്രോഡക്റ്റുകൾ ആവാനും പാടില്ല. പ്രോഡക്ട്സ് ആർ ട്രേഡ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റ്. നമ്മൾ മൊണോപ്പൊളി ആവാൻ പാടില്ല, ഓപ്പൺ മാർക്കറ്റ് തന്നെ ആവണം. അതുപോലെ ബ്ലാക്ക് മാർക്കറ്റ് ഒന്നും അനുവദിക്കുന്നില്ല. ദെൻ പ്രോഡക്ട്സ് ദാറ്റ് ആർ നോട്ട് മൊണോപ്പൊളൈസ്ഡ് ബൈ വൺ പാർട്ടി എന്ന് പറഞ്ഞാൽ മൊണോപ്പൊളി, ഓക്കെ, ഒളിഗോപ്പൊളി പോലുള്ള സംഗതികളൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെയൊന്നും അല്ലാത്ത പ്രോഡക്റ്റ് ഒക്കെ, അങ്ങനത്തെ അല്ലാത്ത പ്രോഡക്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ സംഗതിയും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമുക്കൊരാൾക്ക് വീടെടുത്ത് കൊടുക്കാം, പക്ഷെ അതിൽ പലിശ ഉണ്ടാവാൻ പാടില്ല എന്നേ ഉള്ളൂ. ഒരാൾക്ക് നമുക്ക് കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുക്കാം, മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാം, ഫർണിച്ചർ വാങ്ങിച്ചു കൊടുക്കാം, സ്ഥലം വാങ്ങിച്ചു കൊടുക്കാം, സാധനങ്ങൾ, ഡ്രസ്സ് കൊടുക്കാം, എല്ലാ പ്രോഡക്റ്റും നമുക്ക് കൊടുക്കാം. ബട്ട് ഇറ്റ് ഷുഡ് ബി ആസ് പെർ ഇസ്ലാമിക് ലോ, ശരിയ ലോ. അത് മാത്രമാണ് അവിടെ കണ്ടീഷൻ. അതെ, ശരിയാ കംപ്ലൈന്റ് നമ്മളിപ്പോ ഈ പറഞ്ഞ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് റിസ്ക് ഫോർ കൺവെൻഷണൽ ബാങ്ക്. ഒരു കൺവെൻഷണൽ ബാങ്കിനെ സംബന്ധിച്ച്, കൺവെൻഷണൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ബാങ്ക്, ഇസ്ലാമിക് ബാങ്ക് അല്ലാത്ത എല്ലാ ബാങ്കുകളും കൺവെൻഷണൽ ബാങ്കാണ്. അങ്ങനെയുള്ളതിന്റെ റിസ്ക് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് ക്രെഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോൺ കൊടുക്കുകയാണല്ലോ, അത് തിരിച്ചു കിട്ടുന്നത് ക്രെഡിറ്റ്. പിന്നെ മാർക്കറ്റ് റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, അല്ലെ? ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്നാൽ പലിശ മാറാനുള്ള സാധ്യത. പിന്നെ സോൾവെൻസി ആൻഡ് ലിക്വിഡിറ്റി, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്, റേറ്റ് ഓഫ് റിട്ടേൺ, റെപ്യൂട്ടേഷൻ റിസ്ക്, ഫോറിൻ എക്സ്ചേഞ്ച്, ഓപ്പറേഷണൽ റിസ്ക്. ഈ തരത്തിലുള്ള എല്ലാ റിസ്ക്കും കൺവെൻഷണൽ ബാങ്കിനുണ്ട്. ഇനി ഇസ്ലാമിക് ബാങ്കിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം റിസ്ക് ഫോർ ഇസ്ലാമിക് ബാങ്ക്. നോക്കൂ,
നേരത്തെ പറഞ്ഞ എല്ലാ റിസ്ക്കും ഇസ്ലാമിക് ബാങ്കിലും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വ്യത്യാസം കൃത്യമായിട്ട് നോക്കുക. ഇവിടെ ഈ വലിയതാക്കി എഴുതി കാണിച്ചിട്ടുള്ള ക്രെഡിറ്റ് റിസ്ക് എന്നുള്ളതും ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്നുള്ളതും ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കാണിച്ചത്. ബാക്കിയൊക്കെ ചെറുതായിട്ടാണ്. ആ സ്ഥാനത്ത് ഇസ്ലാമിക് ബാങ്കിൽ വരുന്നത് എന്താണ്? ഇവിടെ ക്രെഡിറ്റ് എന്നുള്ളതിന് പകരം ഇവിടെ ക്രെഡിറ്റ് ഷെയർഡ്, രണ്ടാൾക്കും എന്ന് പറഞ്ഞാൽ ലെൻഡർക്കും ബോറോവർക്കും റിസ്ക് ഉണ്ട്. എന്നാൽ കൺവെൻഷണൽ ബാങ്ക് ആണെങ്കിലോ, കൺവെൻഷണൽ ബാങ്കിൽ ബോറോവർക്ക് മാത്രമേ റിസ്ക് ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ലെൻഡ് ചെയ്ത ആൾക്ക് നിർബന്ധമായിട്ടും അത് തിരിച്ചു കിട്ടണം. അത് അയാൾ ഷെയർ ചെയ്യാൻ തയ്യാറല്ല. എന്നാൽ ഇസ്ലാമിക് ബാങ്കിൽ പറയുന്നതോ ക്രെഡിറ്റ് റിസ്ക് ഷെയർഡ്. ഇനി കൺവെൻഷണൽ ബാങ്കിൽ പറയുന്ന മറ്റൊന്നാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ പലിശ. പലിശ എന്നുള്ളത് അധികമായിട്ട് കൊടുക്കേണ്ട സംഗതിയാണ്. എന്നാൽ ഇസ്ലാമിക് ബാങ്കിനെ പറയുന്നത് ആ സ്ഥാനത്ത് ഇവിടെ വന്നത് ശരിയ കംപ്ലയൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ശരിയ ലോ, ഇസ്ലാമിക് ലോ അനുസരിച്ചുള്ള സംഗതികൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ പോർണോഗ്രഫി, പോർക്ക്, ആൽക്കഹോള് പോലുള്ള സംഗതികളൊന്നും നമുക്ക് മൊണോപ്പൊളി ഇങ്ങനെയുള്ള സംഗതികളിലേക്ക് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇസ്ലാമിക് ബാങ്ക് അസിസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെടാനും പാടില്ല. ദീസ് ആർ ദി റിസ്ക് ഫോർ ഇസ്ലാമിക് ബാങ്ക്. അപ്പൊ നമ്മൾ നോക്കുക, ഇത്രയും 3, 4, 5, 6, 7, 8, 9 9ഓളം റിസ്ക് നമ്മൾ കൺവെൻഷണൽ ബാങ്കിലും ഇസ്ലാമിക് ബാങ്കിലും പറഞ്ഞിട്ട് അതിൽ ആകെ ഉള്ള വ്യത്യാസം 2 എണ്ണത്തിൽ മാത്രമാണ്. ക്രെഡിറ്റ് എന്നുള്ള ആ ക്രെഡിറ്റ് ഷെയർ ചെയ്യാൻ കൺവെൻഷണൽ ബാങ്ക് തയ്യാറല്ല, എന്നാൽ ഇസ്ലാമിക് ബാങ്ക് അതിന് തയ്യാറാണ്. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റിന് പകരം ഇസ്ലാമിക്കിൽ വരുന്നത് ശരിയ കംപ്ലയൻസ് എന്നാണ്. അതെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതിന് കൃത്യമായിട്ട് നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.